പ്രൈസ് ദ ലോർഡ്. ബെഥൽ AG ചർച്ചിന്റെ ഈ ഓൺലൈൻ ആരാധനാ ക്രമീകരണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹാർവെസ്റ്റ് ടെലിവിഷനിൽ കൂടെ മാത്രമല്ല, വ്യത്യസ്ത ചാനലുകളിൽ കൂടെ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരോട് ഓർപ്പിക്കട്ടെ, ബെഥൽ AG ചർച്ചിന്റെ ഇതുവരെ നമ്മളെ പരിപാലിച്ച സഹായിച്ച കർത്താവിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദി പറയുകയും ഇന്നത്തെ ആരാധന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. നല്ല പിതാവേ, ഞങ്ങൾ അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരികയാണ്. ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ കൂടി വരുവാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങളുടെ കുടിവരവുകളിൽ ഞങ്ങളായിരുന്ന പ്ലാറ്റ്ഫോംസിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം പരിശുദ്ധാത്മാവിന്റെ നിറവുകൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഞങ്ങൾ പ്രാപിക്കുവാൻ ഹല്ലേലൂയ ഞങ്ങൾ എപ്പോഴും ഉദ്ധരിച്ചു വന്നതുപോലെ കഷ്ടകാലത്ത് തന്നെ വീതിയും കിടങ്ങുമായി അതിനെ പണിതെടുക്കും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പോലെ പ്രയാസത്തിന്റെയും പ്രതികൂലത്തിന്റെയും നടുവിൽ സഭയ്ക്കകത്ത് നീണ്ട ഒരു ഉപവാസം ഓൺലൈനിലെങ്കിലും നടക്കുവാൻ ആരാധനകൾ അതിന്റെ പൂർണ്ണതയിൽ കർത്താവെ ഞങ്ങൾക്ക് നൽകി തന്ന കർത്താവെ, ഇന്ന് പകൽക്കാലം വിശുദ്ധിയിലും വേർപാടിലും ആത്മാവിലും സത്യത്തിലും അങ്ങ് ആരാധിക്കുവാൻ തന്നിരിക്കുന്ന പദവികൾക്കായി സ്തോത്രം. ലോകത്തിന്റെ വ്യത്യസ്ത പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ, ടൈം സോൺസിൽ നിന്നും എന്നീ ആരാധനയിൽ പങ്കെടുക്കുന്ന ഏവരെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങൾ പാടുന്ന പാട്ടുകൾ, ഞങ്ങളുടെ വചനധ്യാനം എന്നീ ആരാധനയിൽ നടക്കുന്ന സകല ഘടകങ്ങളും അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്വം ഞങ്ങളുടെ ജനത്തിന്റെ നന്മയ്ക്കുമായി കൂടി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ആദ്യാവസാനം ഭരിച്ചു നടത്തിയാലും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തുടർന്ന് പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിക്കും. പ്രൈസ് ലോർഡ്. അനുഗ്രഹീതമായ ഈ നല്ല ഞായറാഴ്ച പകൽക്കാലത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരുമിച്ച് നന്ദിയോടെ നമുക്ക് ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ ആരാധിക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇന്ന് പകലിൽ ദൈവം ചെയ്ത സകല ഉപകാരങ്ങളും ഓർത്ത് സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി കരേറ്റാം. ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ, സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം
പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടുമേ സകല നാം പാടുന്നു ദൈവം പരിശുദ്ധൻ. പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടുമേ സകല നാം പാടുന്നു ദൈവം പരിശുദ്ധൻ. ഓ ദൈവം, കരങ്ങളെ ഉയർത്തി ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഓ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ദൂതരും സർവ്വസൃഷ്ടികളും വാഴ്ത്തുന്നേ ദൈവമേ സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ്വസൃഷ്ടികളും വാഴ്ത്തുന്നു സകല നാം പാടുന്നു ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഓ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഓ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഓ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇത്ര വലിയ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. Lord, we thank you, Jesus. Praise the Lord. ഈ പകലിൽ അങ്ങനെ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തന്ന വലിയ ഭാഗ്യത്തിനായി ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കരങ്ങളെ ഉയർത്തി സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയണം, എനിക്ക് എൻ്റെ ആശ്രയം എൻ്റെ സർവശക്തനായ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ.
ഞാൻ എൻ്റെ യേശുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എനിക്കൊന്നും സംഭവിക്കുകയില്ല. കാരണം ഞാൻ എൻ്റെ യേശുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനായിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പാടി സ്വർഗ്ഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്താം. എനിക്ക് എൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാം എന്നെ യേശുവത്രേ. ഹല്ലേലൂയ ജീസസ്, ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. Come on. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, എന്റെ യേശു മതിയായവൻ. എനിക്കെന്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാനവൻ കരങ്ങളിൽ സുരക്ഷിതനാം, എന്റെ യേശു മതിയായവൻ. ഓ യേശു മതി, അദ്ദേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, നിത്യജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ. യേശു മതി, അദ്ദേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും എന്റെ യേശു മതിയായവൻ. അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തിത്തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും എന്റെ യേശു മതിയായവൻ. ഹല്ലേലൂയ. യേശു മതി, അദ്ദേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി. ഹല്ലേലൂയ. യേശു മതി, അദ്ദേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും എന്റെ യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും എന്റെ യേശു മതിയായവൻ. ഹല്ലേലൂയ. യേശു മതി, അദ്ദേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ഓ യേശു മതി, നിത്യജീവൻ മതി എനിക്ക്. ഹല്ലേലൂയ. യേശു മതി, അദ്ദേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. ഹല്ലേലൂയ. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളാക്കിത്തിടും എന്റെ യേശു മതിയായവൻ. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളാക്കിത്തിടും എന്റെ യേശു മതിയായവൻ. ഹല്ലേലൂയ. യേശു മതി, അദ്ദേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, യേശു മതി, അദ്ദേഹം മതി, തൻ ക്രൂശു മതി. ഹല്ലേലൂയ. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, യേശു മതി, സ്നേഹം മതി. ഓ ഹല്ലേലൂയ. ഓ സുന്ദരതേരതാലകരംബേ ദിവനാദകരം തരമാലകദീരം ദാനകരംബേ ദീഗച്ഛാനതേരകരം തരമാലകദഗദേ ഉടമനകത്തേരം ദാനകരം തരജാനകദീദകരം തരദാന. ഓ
അക്കരങ്ങളെ യേശുവിനായി ചലിക്കട്ടെ, അക്കരങ്ങളെ യേശുവിനായി ചലിക്കട്ടെ. കുടുംബമായി ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങട്ടെ, കുടുംബം ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങട്ടെ, കുടുംബത്തിലേക്ക് അനുഗ്രഹത്തിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. ഓ ദൈവജനത്തിന്റെ മേൽ ദൈവിക ശക്തി, ദൈവജനത്തിന്റെ മേൽ ദൈവിക ശക്തി, ദൈവജനത്തിന്റെ മേൽ ദൈവിക ശക്തി, ഈ കുടുംബങ്ങളുടെ മേൽ ദൈവിക ശക്തി. Thank you, Lord. Oh Lord, we give you praise. We give you praise. Oh, Saraderiga Jana Taraga Chandra Danaga Chaina Managada, Udamanagada Taraga Chandra Dana Danaga Chagale, Himalaya Gadi, the Galamana Ganaga Chandra Ganaga Chagale, the Ganaga Chaina Manada. Oh, Samanada Garamana Mana Gavida Galamana Mana Garaga Taraga Chamane. Oh, reading God. ഇവിടുന്ന് പുറപ്പെടുന്ന ആത്മീക ശക്തി ആ കുടുംബങ്ങൾ സ്വീകരിക്കട്ടെ, ആ കുടുംബങ്ങൾ സ്വീകരിക്കട്ടെ, ആ വ്യക്തികൾ സ്വീകരിക്കട്ടെ. ഓ ശബ്ദനാദഗതിയ നിറവായി മാറട്ടെ, നിറവായി മാറട്ടെ, അനുഗ്രഹമായി മാറട്ടെ. Thank you, Jesus. Thank you, Jesus. Thank you, Lord. Thank you, Lord. We give you praise. എന്റെ യേശുവിന് മഹത്വം, എന്റെ യേശുവിന് മഹത്വം. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു ദൈവം മാത്രം, അതെന്റെ യേശു. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. Thank you, Jesus. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ ഭാരം ചുമന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള
സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ. ഓ യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഓ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും, എല്ലാ പ്രയാസ നേരങ്ങളും യേശുവേ നീ മാത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ ലോക്ക്ഡൗണിൻ്റെ മധ്യത്തിലും പ്രതിസന്ധികളുടെ നടുവിലും അങ്ങയുടെ ജനത്തിന് ആവശ്യമുള്ളത് അവരവരുടെ ഭവനങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ടെക്നോളജിക്കും മീഡിയ അസിസ്റ്റൻസുകൾക്കുമായി നന്ദി. അതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന എൻജിനീയേഴ്സിനെ, ടെക്നീഷ്യൻസിനെ അങ്ങ് മാനിക്കണേ കർത്താവേ. ഈ എഫേർട്ട് ദൈവനാമ മഹത്വത്തിനാകണമേ. ചില വ്യക്തികളെ പണിയുവാൻ ഇത് കാരണമാകണമേ. തിരുനാമ മഹത്വത്തിനു വേണ്ടി ഇതിനെ ഉപയോഗിച്ചാലും മഹത്വം കർത്താവ് എടുക്കണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്ന ഈ ലോക്ക്ഡൗണുകളുടെ മധ്യത്തിലും ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ കർത്താവ് നമുക്ക് തരുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിച്ചു വാഴ്ത്തുന്നു. ഇന്നത്തെ മെസ്സേജിൻ്റെ ആദ്യത്തെ ഐക്കൺ കൊടുത്തിരിക്കുന്നത് തന്നെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിക്കുന്നതാണ്. യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് അനേക പ്രാവശ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് ആവർത്തിക്കുന്നത് കൊള്ളാം. എപ്പോൾ വരെ? യേശു വരുന്നത് വരെ ആവർത്തിക്കുന്നത് കൊള്ളാം. അതേസമയത്ത് ഈ മെസ്സേജിന് ഞാനൊരു ഡിസ്ക്ലൈമർ ഉപയോഗിച്ചിട്ടുണ്ട്. ദിസ് മെസ്സേജ് ഈസ് ഫോർ ദ മെമ്പേഴ്സ് ഓഫ് ദ ചർച്ച് ആൻഡ് ഗ്ലോബൽ ബെഥലൈറ്റ്സ് ഫോർ പീപ്പിൾ ഓഫ് സിമിലർ ഫെയ്ത്ത് ആൻഡ് ബിലീഫ്. ഞങ്ങളുടെ വിശ്വാസം സൂക്ഷിക്കുന്നവരും ഞങ്ങളുടെ അതേ ധാരണയുള്ളവരുമായ ആളുകൾക്ക് വേണ്ടി, അവരുടെ ആത്മീക വർധനയ്ക്കും പ്രചോദനത്തിനും വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു സന്ദേശമാകയാൽ അത് അതിൻ്റെ വെളിയിലുള്ള ഒരാൾ ശ്രദ്ധിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല. ബെഥലൈറ്റ്സിനും ഞങ്ങളുടെ അതേ കാഴ്ചപ്പാടുകൾ സൂക്ഷിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് എന്ന് ആദ്യമായി ഓർമ്മിപ്പിക്കട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്നതായിരുന്നു നമ്മുടെ വിഷയം. അതിനെക്കുറിച്ച് അനേക ക്ലാസ്സുകൾ ഞാൻ എടുത്തിരുന്നു. യേശുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ഞാൻ എടുത്തിരുന്നു. അതിനകത്ത് ഊന്നിപ്പറഞ്ഞിരുന്ന ഒന്നാണ് യേശുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ വരവും ആ എതിർ ക്രിസ്തുവിൻ്റെ ട്രയൂൺ ഫോം, തൃത്വ സമ്പ്രദായവും ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. അതിനകത്ത് യുണൈറ്റഡ് നേഷൻസിനുള്ള പങ്കിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. 7 തലയും 10 കൊമ്പുമുള്ള ഘോരമായൊരു മൃഗം കയറി വരുമെന്നും ആ മൃഗത്തിൻ്റെ പുറത്ത് ഒരു കടിഞ്ചുവപ്പ് വസ്ത്രം ധരിച്ച സ്ത്രീ ഇരുന്ന് തൻ്റെ മദ്യത്തിൻ്റെ പാനപാത്രം കുടിക്കുന്നത് ഞാൻ കണ്ടുവെന്നും പ്രവാചകന്മാർ വിളിച്ചു പറയുന്നത് എതിർ ക്രിസ്തുവിനെ കുറിച്ചാകുന്നുവെന്നും അതിൻ്റെ ഭരണത്തിൻ്റെ ഗൗരവത്തിൽ അത് എത്തുമെന്നും നമ്മൾ ചിന്തിച്ചു. യുണൈറ്റഡ് നേഷൻസ് രാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ആ ഭരണത്തിന് കൈമാറുന്ന ഒരു ഘടകമാണ് എന്ന് ഊന്നി പറഞ്ഞിരുന്നു. അതിനെ തുടർന്ന് പൈശാചികമായൊരു ചിഹ്നം 666 എന്ന ഒരു മാർക്ക്, അത് മൃഗത്തിൻ്റെ മുദ്രയെന്ന് ബൈബിൾ പറയുന്നതിനെ ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു. തുടർന്ന് അന്യഗ്രഹ ജീവികൾ വരുന്നതും, ഏലിയൻസ്, വീണുപോയ ദൂതന്മാർ, അതിനെ ശാസ്ത്രം അന്യഗ്രഹ ജീവികളെന്ന് വിളിക്കുന്നു. ബൈബിൾ അതിനെ വീണുപോയ ദൂതന്മാരെന്ന് പറയുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കുള്ള കാഴ്ചപ്പാടുകൾ എല്ലാവർക്കും വേണമെന്നില്ല. എല്ലാവർക്കുമുള്ള കാഴ്ചപ്പാടുകൾ എനിക്കുണ്ടാകണമെന്ന് നിർബന്ധമില്ല.
രണ്ടായാലും ബ്രൈറ്റ് കേരളൈറ്റ് പോലെയുള്ള, ഞാനൊരു പേരെടുത്ത് പറഞ്ഞത് ക്ഷമിക്കണം, അതുപോലെയുള്ള പല മാധ്യമങ്ങൾ ഇന്ന് രംഗത്ത് വരുന്നത് കൊണ്ട് ആളുകളുടെ അറിവില്ലായ്മയുടെ നടുവിൽ നിന്ന് കുറച്ചൊക്കെ കാര്യങ്ങളിൽ വിവരം പകരുവാൻ അങ്ങനെയുള്ളവരെ കൊണ്ട് കഴിയുന്നുവെന്ന് ഞാൻ സ്തുത്യർഹമായി അവരുടെ വേലയെ അഭിനന്ദിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രോപ്പ് സർക്കിളുകളെ കുറിച്ച് ചില നാളുകൾക്ക് മുന്നമേ ഞാൻ തൊട്ടിരുന്നു. ഇതൊക്കെയും അതിൻ്റെ ചിഹ്നങ്ങളാണ്. 666 ചിഹ്നം ഏറ്റവും ചെറിയ ഒരു ചിപ്പിനകത്താക്കാൻ കഴിയുമെന്നും അത് നെറ്റിമേലോ കൈമേലോ അണിയുവാൻ കഴിയുമെന്നും പറഞ്ഞിരുന്നു. ആ പഴയ കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിച്ചു പോകാൻ മാത്രമേ നിവൃത്തിയുള്ളൂ. അന്യഗ്രഹ ജീവികളെന്ന് ലോകം വിളിക്കുന്ന ഏലിയൻസ് അഥവാ വീണുപോയ ദൂതന്മാരെക്കുറിച്ചും അവരുടെ പ്രധാന വർഗങ്ങളെക്കുറിച്ചും മറ്റുമുള്ള ഗൗരവമേറിയ വിശദീകരണങ്ങൾ നേരത്തെ ഞാനിവിടെ തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്ന പോൾ ഹെയ്ലറെ അന്ന് ഞാൻ മാതൃകയാക്കി എടുത്തത് ഓർക്കുന്നു. എന്തുകൊണ്ടാണ് ഞാനിതൊന്ന് ഓടിച്ച് ചിന്തിക്കുന്നത്? നേരത്തെ ഇത് കണ്ടു പരിചയമുള്ളവർക്ക് വേഗത്തിൽ ആ മെമ്മറീസിലേക്ക് മടങ്ങി വരുവാൻ, ആ ഓർമ്മകളിലേക്ക് മടങ്ങി വരുവാൻ ഇത് പ്രയോജനമായിരിക്കും. ക്രോപ്പ് സർക്കിളുകൾ അർത്ഥമുള്ളതാണെന്നും അതെല്ലാം ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആണെന്നും സാധാരണഗതിയിൽ ഒരുവൻ ചിന്തിക്കുന്നത് പോലെ അത്ര എളുപ്പം വരച്ചു തീർക്കാവുന്നതല്ല എന്നും സാത്താൻ്റെ ബൈബിളിൽ കാണുന്നതായ ചില ചിഹ്നങ്ങളുമായി ഇവയ്ക്ക് അടുത്ത ബന്ധമുള്ളതിനാൽ അവ ഭൂമിയെ ക്ലെയിം ചെയ്യേണ്ടതിനു വേണ്ടി ഏലിയൻസ് അയക്കുന്നതായ ചിഹ്നങ്ങളെന്ന് വിശ്വസിക്കുന്ന ഒരു നല്ല വിഭാഗമുണ്ട്. തെറ്റ് എന്ന് പറയുവാൻ നിവൃത്തിയില്ല. കാര്യം അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഫിഗേഴ്സ് എങ്ങനെ കൃഷിഭൂമികളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന ചോദ്യമുണ്ട്. യേശുവിൻ്റെ വരവിൻ്റെ അടയാളങ്ങളായി പൊളിറ്റിക്കൽ സയൻസ് ഞാൻ എടുത്തിരുന്നു, ശാസ്ത്രീയമായ സൈനുകൾ ഞാൻ എടുത്തിരുന്നു, ആത്മീകമായ സൈനുകൾ ഞാൻ എടുത്തിരുന്നു, പൊതുജീവിതത്തിൽ നാം കാണുന്ന അനേക കാര്യങ്ങൾ എടുത്തിരുന്നു, നേച്ചറിൽ പ്രകൃതിയിൽ കാണുന്നത് ഞാൻ എടുത്തിരുന്നു, അതിലെല്ലാം ഉപരിയായി ഇസ്രയേലിൽ കാണുന്നതായ ചില ചിഹ്നങ്ങൾ ഞാൻ എടുത്തിരുന്നു. ഈ പൊളിറ്റിക്കൽ സൈനുകളുടെ കൂട്ടത്തിൽ കിരീടധാരികളായ മഹാരാജാക്കന്മാരിൽ നിന്ന് അവരുടെ കിരീടങ്ങൾ പറിച്ചെറിഞ്ഞ് ഇന്നത്തെ ഡെമോക്രാറ്റിക്കൽ സിസ്റ്റം വരെ അവരെ കൊണ്ടുവരുവാൻ കഴിഞ്ഞ ലോക വ്യവസ്ഥിതിയുടെ മാറ്റം യേശുവിൻ്റെ വരവിൻ്റെ അടയാളമായി ബൈബിൾ ചിത്രീകരിച്ചത് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. അല്ലയോ പ്രഭുകുമാരി, രാജകുമാരി, എഴുന്നേറ്റ് തറയിലിരിക്ക്, നിന്റെ കിരീടം പൊയ്പോയല്ലോ, നിന്റെ മഹത്വം നിനക്ക് നഷ്ടമായല്ലോ എന്ന് പറഞ്ഞു. അവൻ താണതിനെ ഉയർത്തുകയും വലിയതിനെ താഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഒരു പുതിയ ഭരണസമ്പ്രദായം കൊണ്ടുവരുന്നത് ഇന്ന് ഏറെക്കുറെ ആയിക്കഴിഞ്ഞു എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നേച്ചറിൽ കാണുന്ന എർത്ത്ക്യൂക്ക്, ഭൂകമ്പങ്ങൾ, വലിയ വോൾക്കാനോകൾ മുതലായവ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ ലക്ഷണങ്ങളായി യേശു പറഞ്ഞതായി കാണാം. ഡെമോക്രസി ഞാൻ തൊട്ട് കഴിഞ്ഞിരുന്നു. വിശ്വാസത്യാഗം സംഭവിക്കുന്നത് അതിനകത്തെ പ്രധാന ഘടകമാണ്. വിശ്വാസത്യാഗത്തെക്കുറിച്ചും ആത്മീക ലക്ഷണങ്ങളെക്കുറിച്ചും രണ്ട് തരമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒരേ സമയത്ത് രണ്ട് ആത്മീക ലക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. സാധാരണ വ്യക്തികാരനായി ഒരുവന് ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ ദയവായി എന്നെ ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിക്കുവാൻ ഞാൻ അപേക്ഷിക്കുകയാണ്. ആത്മലോകത്തിൽ രണ്ട് തരം വ്യത്യാസങ്ങൾ നടക്കും. ഒന്ന്, വിശ്വാസത്യാഗം സംഭവിക്കും, വിശ്വാസത്തിൽ നിന്നകന്നു പോകും. അതേ സമയത്ത് തന്നെ എതിർ ക്രിസ്തുക്കൾ എഴുന്നേൽക്കും, അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അനേകർ ക്രിസ്തുവിൻ്റെ പേരെടുത്തു കൊണ്ടുവരും. കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും, ഞാൻ ദൈവം അയച്ചവനാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ല ദൈവവുമായി ബന്ധമില്ലാത്ത കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വരും. മറുതലിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരും, റിബലിയസ് ജനറേഷൻ. വേൾഡിനെസ്, ലോകമയത്വം ജനത്തിൻ്റെ ഇടയിലേക്ക് കടക്കും. ലോകസ്നേഹം മനുഷ്യൻ്റെ ഇടയിലേക്ക് കയറും. ദൈവത്തോടുള്ള ഭയം കുറഞ്ഞുകൊണ്ട് മനുഷ്യഭയം മനുഷ്യനിൽ അധികമായി വ്യാപരിക്കും. മനുഷ്യഭയം ഒരു വലിയ കണിയാണ് എന്ന് മറക്കരുത്. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ മുതലായവർ, നായ്ക്കൾ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യത്തിൽ പങ്കില്ല എന്ന പദപ്രയോഗം മറക്കരുത്. മനുഷ്യഭീതി നമുക്ക് പാടില്ലാത്തതാണ്. അതേസമയം ദൈവഭയം നമുക്ക് ആവശ്യമാണ്. സൈറ്റനിസം കയറി വരും, മെറ്റീരിയലിസം കയറി വരും. ഇത് നമ്മൾ കണ്ടതാണ്. സെക്ഷൽ ഇമ്മോറാലിറ്റി, ലൈംഗിക പാപങ്ങൾ വളരെയധികമായി വർദ്ധിക്കും. വർഷിപ്പ് ഓഫ് ദ സ്ട്രേഞ്ച് ഗോഡ്സ്, കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത, കണ്ണും മൂക്കുമില്ലാത്ത ദൈവങ്ങളെ സേവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മനുഷ്യൻ വരും. സുവിശേഷത്തിൻ്റെ ഗൗരവം കുറച്ചുകൊണ്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് ഒരു എത്തിക് ഗോസ്പൽ, ഒരു ഇച്ചിങ് ഗോസ്പൽ, ചെവിക്ക് കേൾക്കുവാൻ സുഖമുള്ള സുവിശേഷം കേൾക്കുവാൻ ആളുകൾ തിരിയേണ്ടി വരും. അതേസമയത്ത് പരിഹസിക്കുന്ന പരിഹാസികൾ മറുവശത്തുനിന്ന് എഴുന്നേറ്റ് വരും, മോക്കേഴ്സ്. അതും ഇതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഇതെല്ലാം വിശ്വാസത്തിൽ നിന്നുള്ള വീഴ്ചയാണ്. ഇനി മറുവശം ഗ്ലോബൽ ഇവാഞ്ചലിസം നടന്നുകൊണ്ടിരിക്കും. ലോകവ്യാപകമായി സുവിശേഷീകരണം നടക്കും. ലേറ്റർ റെയിൻസ്, ആത്മമഴ പിന്നെയും തുടരും
തുറന്നുകൊണ്ടിരിക്കും. മുൻമഴയും പിന്മഴയും അയക്കുന്നവനായ ദൈവം തൻ്റെ പിന്മഴയുടെ വലിയ പകർച്ച പകരുകയും അത് മുഖേന ഗ്ലോബൽ ഇവാഞ്ചലൈസേഷനും പവർ മിനിസ്ട്രികൾ യഥാസ്ഥാനപ്പെട്ടു വരികയും ചെയ്യും. ഒരു വശത്ത് പവർ മിനിസ്ട്രികൾ ശക്തിയുള്ള സുവിശേഷീകരണം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും കൃപാവരങ്ങളാലും അത് നടക്കുമ്പോൾ മറുവശത്ത് അതിനെ പരിഹസിക്കുന്നവർ എഴുന്നേറ്റ് വരും. മറക്കരുത്, ക്രിസ്ത്യൻ മാർട്ടിഡം ഉയർന്നു വരും, അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നവരുടെ എണ്ണം സംഖ്യ വർദ്ധിച്ചു വരും. ഇതെല്ലാം അന്ത്യകാല ആത്മീയ ലക്ഷണമായി ബൈബിൾ ചിത്രീകരിക്കുന്നു. ശാസ്ത്രീയ ലക്ഷണങ്ങളായി സ്പേസ് ട്രാവലും സ്പേസ് സ്റ്റേഷനും വരെ വേദപുസ്തകമൊക്കെ എഴുതുന്ന 1000-2000 വർഷങ്ങൾക്ക് മുന്നമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുമായിരുന്നൊരു കാലമല്ലെങ്കിലും അന്ന് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. യെരമ്യാവിൻ്റെ പുസ്തകം 49:16 നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൊണ്ട് കൂടുവെച്ചാലും ഞാൻ നിന്നെ അവിടുന്ന് ഇറക്കിവിടും എന്നിത്യാദികൾ പറയുന്ന പദങ്ങൾ സ്പേസ് സ്റ്റേഷനുകളെ കുറിക്കുന്നതാണ് എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാകും. റോബർട്ടുകൾ രംഗത്ത് വരുന്നതായി വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം പറയുന്നുണ്ട്. അല്ലെ, സംസാരിക്കുന്ന കമ്പ്യൂട്ടറുകൾ പുറത്തു വരും. അലക്സി എന്ന് പറയുന്ന ഒരു കൊച്ചു ഉപകരണം ഇന്ന് സാധാരണക്കാരനും അറിയാവുന്നതാണ്. സംസാരിക്കുന്ന ഗൂഗിളിൻ്റെ വായായി അതിനെ ചിത്രീകരിക്കാം. അതെ, അത് തന്നെ ആകുന്നു. അങ്ങനെ ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് പറഞ്ഞു. യേശു മടങ്ങി വരും എന്നതിൻ്റെ തെളിവുകളായിട്ടാണ്, അല്ലെങ്കിൽ മടങ്ങിവരവിൻ്റെ തെളിവായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരല്പം കൂടെ ഗൗരവമുള്ള ആശയങ്ങളിലേക്ക് കയറി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. യേശു മടങ്ങി വരും, നിശ്ചയമായി യേശു മടങ്ങി വരും. ബൈബിൾ അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ് ബൈബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പഴയ നിയമത്തിൽ 1527 പ്രാവശ്യം പരോക്ഷമായോ പ്രത്യക്ഷമായോ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ട് എന്ന് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. എനിക്കതിനെക്കുറിച്ച് ആധികാരികമായി എന്തെങ്കിലും ഒന്ന് എണ്ണിപ്പറയുവാൻ ഇന്ന് നിവൃത്തിയില്ലെങ്കിലും വേദപഠിതാക്കളുടെ ആശയങ്ങൾ ഞാൻ തിരസ്കരിക്കാറില്ല. 1527 പ്രാവശ്യം അങ്ങനെ പഴയ നിയമം പറയുന്നുണ്ട് എന്ന് കേൾക്കുന്നു. പുതിയ നിയമത്തിൽ 1845 പ്രാവശ്യം യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പ്രവചിക്കപ്പെടുന്നു. വേദപുസ്തകത്തിൽ പ്രവചനമുണ്ട് എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചേ മതിയാകൂ. കാര്യം 200 കോടിയിലധികം ആളുകൾ വിശ്വസിക്കുന്നതും 390 കോടിയിലധികം പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞതുമായ ലോകത്തിലെ അതിപ്രധാനപ്പെട്ട ദി ബുക്ക് എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. ആവർത്തിക്കാം, 200 കോടിയിലധികം ആളുകൾ വിശ്വസിക്കുന്നതും 390 കോടിയിലധികം പ്രതികൾ വിറ്റുകഴിഞ്ഞതുമായ ആ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനമായ പ്രതിപാദ്യം യേശുവിൻ്റെ മടങ്ങിവരവാണ് എന്ന് മറക്കരുത്. പഴയ നിയമ പ്രവാചകന്മാർ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ പ്രവചനം BC 4000-ലായിരുന്നു. ഇന്നേക്ക് 6000 വർഷങ്ങൾക്ക് പുറകിൽ BC 4000-ൽ ഹാനോക്ക് അതിനെക്കുറിച്ച് പ്രവചിച്ചു. ഇതൊരു റിവിഷനായതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുന്നില്ല. യൂദ 1:14 അത് കാണാം. BC 1500-ലാണ് രണ്ടാമത്തെ പ്രവചനം മോശ മുഖേന ഉണ്ടായത്. 90-ാം സങ്കീർത്തനത്തിൽ അത് കാണാം. മൂന്നാം പ്രാവശ്യം BC 600-ഓടടുത്ത് യെശയ്യാവിൻ്റെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. വേറൊരു ഭാഷയിൽ BC 4000 മുതൽ BC 400 വരെ ആ പ്രവചനങ്ങൾ നടന്നിട്ടുണ്ട്. BC 500-ലാണ് സഖരിയ പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നത്. മലാഖിയാണ് ഒടുവിലായി പഴയ നിയമത്തിൽ BC 400-കളിൽ മലാഖി 4:2 ആ ഭാഗങ്ങൾ കാണുവാനായി കഴിയും. ഇനിയും പുതിയ നിയമത്തിലേക്ക് കടന്നാൽ യേശുവിൻ്റെ സ്വന്തം വാഗുണ്ട്. യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 14:28 വെളിപ്പാട് 3:3 വെളിപ്പാട് 16:15 മറ്റും യേശു അനേക പ്രാവശ്യങ്ങളിൽ തൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് യേശു തന്നെ തൻ്റെ സ്വന്തം വാഗുണ്ട് പറയുന്നുണ്ട്. 2 ദൂതന്മാർ ഇറങ്ങി വന്ന് ഈ സംഭവം യെരുശലേമിലുള്ള ശിഷ്യന്മാരെ അറിയിക്കുന്നതായി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. മറക്കരുത്, യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് പ്രവചിച്ച് എടുത്തു പറയുവാൻ ഒറ്റ ദൂതനെ വന്നുള്ളൂ. ഹെബ്രിയേൽ എന്ന് ഒരു ദൂതൻ വന്നു. കേവലം ഒരു വ്യക്തിയോട്, മറിയയോട് പറഞ്ഞു, നീ ഒരമ്മയാകുവാൻ പോകുകയാണ്, യേശു നിന്നിൽ നിന്ന് ഉത്ഭവിക്കുവാൻ പോകുകയാണ്. നേരിട്ട് ദൂതൻ വന്ന് പറഞ്ഞത് ഒരു ദൂതൻ വന്ന് ഒരു വ്യക്തിയെ അറിയിച്ചു. എന്നാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ 2 ദൂതന്മാർ ഇറങ്ങി വരികയും 12 വ്യക്തികളോട് അത് അറിയിക്കുകയും ചെയ്തുവെന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നു. ഒന്നാമത്തെ വരവ് ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചു.
ആ പദങ്ങളൊക്കെ തുടച്ചു മാറ്റുവാൻ ലോകം ശ്രമിക്കുന്നെങ്കിലും തലമുറകൾ കൊണ്ടത് മാറുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചും പറയട്ടെ. മായ്ക്കുവാൻ ശ്രമിക്കുന്നിടത്തോളം പഴയ ഓർമ്മകൾ ആളുകളുടെ ഹൃദയത്തിൽ ഉയർന്നുയർന്നു വരികയാണ്. ചരിത്രത്തിൻ്റെ മധ്യബിന്ദുവായി യേശു മാറേണ്ടതിന് പഴയ ചരിത്രത്തെ രണ്ടായി തിരിക്കുവാൻ ഒന്നാമത്തെ വരവ് ഉപകരിച്ചുവെങ്കിൽ ഇന്നുള്ള ചരിത്രത്തെ എന്നേക്കുമായി തുടച്ചു മാറ്റുവാൻ രണ്ടാമത്തെ വരവ് ഉപയോഗിക്കും. കാര്യം അതിനെ തുടർന്ന് ഒരു പുതുയുഗം വിരിയുകയാണ്. തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് വിളിച്ചു പറയുന്നു. തിരുവചനത്തിൽ പറയുന്ന ഏറ്റവും പ്രധാന അപ്പോസ്തലന്മാരിൽ ഒരാൾ പൗലോസാണ്. 1 തെസ്സലോനിക്കർ 4:16, എബ്രായർ 9:28, റോമർ 9:19 മുതലുള്ള വാക്യങ്ങൾ ഇതെല്ലാം പൗലോസ് അപ്പോസ്തലൻ എടുത്ത് പറയുന്നതായി കാണുവാൻ കഴിയും. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന അപ്പോസ്തലനായി എണ്ണപ്പെടുന്നത്, അല്ലെങ്കിൽ പൗലോസിനേക്കാൾ ഉപരിയായി എണ്ണപ്പെടുന്നതാണ് പത്രോസ്. അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പത്രോസ് അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അപ്പോസ്തലനാണ് യോഹന്നാൻ അപ്പോസ്തലൻ അത് പറയുന്നുണ്ട്. പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9:12 1 യോഹന്നാൻ 2:28 യോഹന്നാൻ തന്നെ എഴുതിയതാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിലും യോഹന്നാൻ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 2:20 നോക്കിയാൽ ആരംഭ സഭ അത് വിശ്വസിച്ചിരുന്നുവെന്ന് കാണാം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 22:17 മുതലുള്ള വാക്യങ്ങളിലും 22:20 വായിച്ചാൽ ആത്മാവും സഭയും മണവാട്ടിയും എല്ലാം യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചാണ് പറയുന്നത്. യേശുവിൻ്റെ മടങ്ങിവരവിൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ ഇതുപോലെയൊന്ന് ഓടിച്ച് ചിന്തിക്കട്ടെ. ഇതിലധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം വർഷങ്ങൾ കൊണ്ട് കൃപയാൽ വളരെ ഗൗരവമുള്ള ആശയങ്ങളിൽ ഇതെല്ലാം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇതിനേക്കാളൊക്കെ കവിഞ്ഞ ഒരു ഭാഗത്തേക്ക് എനിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അല്പം കൂടെ ഗൗരവമായി പോകുകയാണ്. എന്തിനു വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നത്? ഇതുപോലെ ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുള്ള കർത്തൃദാസന്മാരുടെ എഴുത്തുകൾക്കായും പ്രസംഗങ്ങൾക്കായും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ KY ഗീവർഗീസ് എന്ന കർത്താവിൻ്റെ ദാസൻ്റെ മരണത്തിന് മുന്നമേ ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുവാൻ ദൈവം എനിക്ക് കൃപ തരികയും ചെയ്തു. തൻ്റെ പുസ്തകങ്ങളിൽ കാണുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ, പ്രത്യേകിച്ചും അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ചും യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുമുള്ളത് ഉൾപ്പെടെ തൻ്റെ പുസ്തകങ്ങളിൽ കാണുന്ന പ്രധാന സംഭവങ്ങൾ ക്രിസ്തീയ സ്റ്റേജുകളിൽ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹത്തിന് വിരോധമില്ലെന്നും സന്തോഷമാണെന്നും അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുവാൻ കഴിഞ്ഞതിനാൽ തൻ്റെ പല ആശയങ്ങളും തൻ്റെ പല എക്സ്പ്ലനേഷനുകളും അതുപോലെ ഉപയോഗിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിനു മുന്നമേ എൻ്റെ ആയുസ്സിൽ പരിചയമുള്ള പാസ്റ്റർ KE എബ്രഹാം മുതൽ അനേക ദൈവദാസന്മാരുടെ ആശയങ്ങൾ കേട്ട് അത് അങ്ങനെ തന്നെയൊന്ന് തിരുവചനവുമായി ശോധന ചെയ്ത് ശരിയെന്നെനിക്ക് ബോധ്യമുള്ളതിനെ അവരുടെ അവതരണ ശൈലി കളയാതെ തന്നെ രംഗത്ത് കൊണ്ടുവരുവാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നുണ്ട്. മറക്കരുത്, എന്തിനു വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നത്? വരവിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം തൻ്റെ കാന്തയാകുന്ന സഭയെ, മണവാട്ടിയെ ഇവിടെ നിന്ന് ചേർക്കേണ്ടതിന് വേണ്ടിയാണ്. തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു സഭ ഇന്ന് കൃപയാൽ ഈ മണ്ണിലുണ്ട്. ആ സഭയെ ഇവിടെ നിന്ന് വീണ്ടെടുക്കുകയാണ്, തങ്കലേക്ക് ചേർക്കുകയാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. യോഹന്നാൻ്റെ സുവിശേഷം 14:3 ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുകയാണ്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, സ്ഥലം ഉണ്ടാക്കാൻ പോകുകയല്ല, സ്ഥലം നേരത്തെ അവിടെ ഉണ്ട്, ഒന്ന് ഒരുക്കാൻ വേണ്ടി മാത്രം പോകുകയാണ്. സ്ഥലം അവിടെ നേരത്തെ ഉണ്ടെന്നും കഴിഞ്ഞകാല നിത്യതയിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ സ്വർഗവും ഭൂമിയും അതിലുള്ള സകലതും ദൈവം സൃഷ്ടിച്ചുവെന്നും ആ കൂട്ടത്തിൽ സ്വർഗത്തിൽ ദൈവജനത്തിന് വേണ്ടി സ്ഥലമുണ്ടെന്നും അവിടെ ഒരു കൂട്ടം ദൂതന്മാരെ പാർപ്പിച്ചിരുന്നു. പിന്നത്തേതിൽ അവരെ അവിടുന്ന് തള്ളിക്കളഞ്ഞു. ആ സ്ഥലം ഇന്ന് ദൈവജനത്തിന് വേണ്ടി കാലിയായി കിടക്കുകയാണെന്നും ഒരു പ്രിപ്പറേഷൻ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ, അതിനുവേണ്ടി ഞാൻ പോകുകയാണെന്നും യേശുവിൻ്റെ വാക്കുകളെ വിശദീകരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഞാൻ മുമ്പ് പറഞ്ഞവരാരും ആ ഭാഗങ്ങൾ തൊട്ടിട്ടില്ല. അന്നത്തേതിനേക്കാൾ കവിഞ്ഞൊരു വെളിപ്പാട് ഈ തലമുറയ്ക്കുള്ളതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. യോഹന്നാൻ 14:28, 12:26, വെളിപ്പാട് പുസ്തകം 3:21, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 26, 28 ഈ വാക്യങ്ങളൊക്കെയും വായിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുകയാണ്. മാത്രവുമല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചില സിംഹാസനങ്ങളും കൂടി ഒരുക്കും. നിങ്ങൾ 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായം വിധിക്കുമെന്ന് യേശു പറഞ്ഞ പദങ്ങൾ അവിടെ കാണുവാനായി കഴിയും. അതേ തൻ്റെ സഭയെ ചേർക്കുവാൻ മടങ്ങി വരുന്ന വരവിൽ 1 തെസ്സലോനിക്കർ 4:16-17 കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ ഇറങ്ങി വരും. ഇത്രയും കാര്യങ്ങൾ റാപ്ചറോടുകൂടെ സഭയുടെ ഇവിടെ നിന്നുള്ള യാത്രയോടുകൂടെ പൂർത്തീകരിക്കപ്പെടും എന്ന് മനസ്സിലാക്കുക
മനസ്സിലാക്കുവാനായി കഴിയും. രണ്ടാമത്തേത് രക്ഷ പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടിയാണ്. രക്ഷ പൂർത്തീകരിക്കുക എന്ന പദം ചിലർക്ക് പുതിയതായി തോന്നിയെന്ന് വരാം വേദപുസ്തകവുമായി പരിചയമുള്ളവർക്ക്. പക്ഷെങ്കിൽ 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുവാനുള്ള ഒരു രക്ഷയെക്കുറിച്ച് എടുത്തു പറയുന്നതാണ്. അനേകരും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവർക്ക് ശാപമുണ്ടോ? രക്ഷിക്കപ്പെട്ടവരോട് ഇനി ഇക്കാര്യങ്ങൾ പറയേണ്ടതുണ്ടോ? മോനെ, രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് യേശുവിൻ്റെ മടങ്ങിവരവിൽ മാത്രമാണെന്ന സുവിശേഷ സത്യം അനേകർ വായിച്ചിട്ടും അവരുടെ കണ്ണുകുരുടായിപ്പോയി കാണാതെ പോയതിന് എന്തു ചെയ്യാം? അതുവരെ ഇവിടെ വരേണ്ട വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കണം. രക്ഷിക്കപ്പെട്ടിട്ട് 1/2 നൂറ്റാണ്ട് കഴിഞ്ഞ് എനിക്ക് എന്നെപ്പോലെയുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ രക്ഷ തൊട്ടു പറയേണ്ടത് ആവശ്യമാണ്. കാര്യം എന്നും രക്ഷിക്കപ്പെടേണ്ടതാണ്. സഭ മാനസാന്തരപ്പെടുവാൻ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നത് അതുകൊണ്ടാണ്. 1 പത്രോസ് 1:5 വെളിപ്പെടുവാനുള്ള രക്ഷയെക്കുറിച്ച്, ആ രക്ഷ വെളിപ്പെടുത്തണമെങ്കിൽ യേശു മടങ്ങി വന്നേ മതിയാകെയുള്ളൂ. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം ഞാൻ പ്രാപിച്ച് മരണത്തിൻ്റെ മേൽ ജയമെടുക്കുന്നത് വരെ, ഒടുവിലത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോയി അതെൻ്റെ കാൽ കീഴിലാകുന്നത് വരെയുള്ളതായ ഒരു നീണ്ട കാലയളവിൽ തുടരുന്നതാണ് രക്ഷ. രക്ഷയ്ക്ക് 3 കാലഘട്ടങ്ങളുണ്ട്. അതിൻ്റെ പാസ്റ്റൻസിൽ പഴയ കാലത്ത് രക്ഷിക്കപ്പെട്ടുവെന്നും ഇന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നും ഇനിയും വരുവാനുള്ള ഒരു രക്ഷയുണ്ടോ എന്നും തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. ആ വരുവാനുള്ള രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി യേശുവരും തൻ്റെ വരവിൻ്റെ 2-ാമത്തെ ലക്ഷ്യം രക്ഷയുടെ പൂർത്തീകരണമാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നാം എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരേണ്ടതാണ്. 15-26 അവസാനത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോയി നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് വളർന്നു വരുന്ന ഒരു സമയമുണ്ട്. രക്ഷയുടെ കംപ്ലീഷൻ എന്നതിനെ വിളിക്കാറുണ്ട്. വരവിൻ്റെ 3-ാമത്തെ ഉദ്ദേശം സഭയെ സന്തോഷിപ്പിക്കുക എന്നതാണ്. ടു മീറ്റ് ഹിസ് ബ്രൈഡ്, തൻ്റെ മണവാട്ടിയെ കാണാനാണ് വരുന്നത്. ടു റിവാർഡ് ദി ചർച്ച്, സഭയ്ക്ക് പ്രതിഫലം കൊടുക്കേണ്ടതിനാണ് വരുന്നത്. ടു ഓണർ ദ മാർട്ടിയേഴ്സ്, രക്തസാക്ഷികളെ മാനിക്കേണ്ടതിനാണ് വരുന്നത്. ടു അപ്പോയിന്റ് റൂളേഴ്സ് ആൻഡ് ഷെയർ ദ ത്രോൺസ്, യേശുക്രിസ്തുവിനോടുകൂടെ ഇന്ന് കഷ്ടം സഹിച്ച് നിൽക്കുന്ന ദൈവത്തിൻ്റെ പൈതലിനെ സിംഹാസനങ്ങളിൽ ഇരുത്തി മറ്റുള്ളവരെ ന്യായം വിധിക്കേണ്ടതിന്, ദൂതന്മാരെ ഉൾപ്പെടെ ന്യായം വിധിക്കേണ്ടതിന് വേണ്ടി ദൈവജനത്തെ ഇരുത്തേണ്ടതിനാണ് യേശു മടങ്ങി വരുന്നത്. ഭീമ കോർട്ടിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതിന്, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കിലേക്ക് കൊണ്ടുപോകേണ്ടതിനാണ് ഈ റാപ്ചർ നടക്കുന്നത്. ഇതെല്ലാം ഈ കാലഘട്ടങ്ങൾ കൊണ്ട് സംഭവിച്ചിരിക്കേണ്ടതാണ്. റാപ്ചറിലാണ് അത് പൂർത്തീകരിക്കേണ്ടത്. അതേ, സഭയെ സന്തോഷിപ്പിക്കുക എന്ന ആശയത്തിൽ വെളിപ്പാട് പുസ്തകം 21:4 അത് തന്നെ കാണുവാൻ കഴിയും. ദൈവം താൻ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയുകയും മരണവും ദുഃഖവും മാറ്റി ഇനി ഒരിക്കലും ദുഃഖമില്ലാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക്, വേദപുസ്തക ഭാഷയിൽ ഇമ്പങ്ങളുടെ പറുദീസയിലേക്ക് ജനത്തെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് യേശു വരുന്നത്. ഏറ്റവും പ്രധാനമായി ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ള ആശയങ്ങളിൽ ഒന്നാണ് ഭൂമിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി യേശു വരുന്നുണ്ട്. ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചാൽ, ദയവായിട്ട് ബ്രദറെ വാക്യം നമുക്കൊന്ന് വായിക്കാമോ? ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ വസ്തുക്കളുടെ വീണ്ടെടുപ്പ് എന്നൊരാശയം കാണുവാൻ കഴിയും. അതെ, വരുവാനുള്ള ഭാവി കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം, അതൊരു നിഴലായിട്ടാണ് വേദപുസ്തകത്തിൽ ചിത്രീകരിക്കുന്നത്. വേദപുസ്തകത്തിൽ അങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ വരുവാനുള്ള പലതിൻ്റെയും നിഴലുണ്ട്. ഭൂമിയുടെ വീണ്ടെടുപ്പിൻ്റെ ഒരു നിഴലായി ലേവ്യ പുസ്തകം 25:10 കാണാം. ദയവായി വായിക്കാമോ? 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം. നിങ്ങൾ താന്താൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം. ഓരോരുത്തൻ താന്താൻ്റെ കുടുംബത്തിലേക്കും മടങ്ങിപ്പോകണം. നഷ്ടപ്പെട്ട വസ്തുവകകൾ തിരികെ വീണ്ടെടുത്ത് ഓരോരുത്തൻ താന്താൻ്റെ കുടുംബത്തിൻ്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സിസ്റ്റം തിരുവചനത്തിലുണ്ട്. ഇത് വരുവാനുള്ള ആ വലിയ വീണ്ടെടുപ്പിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറക്കരുത്, അവരെ തന്നെ ശുദ്ധീകരിച്ചു വേണം ആ യോവേൽ സംവത്സരത്തിലേക്ക് പ്രവേശിക്കുവാൻ. എന്തുകൊണ്ടോ ഒരു പഴയ ചരിത്രം 2 ദിവസമായി എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ വാക്യം എവിടെയെന്ന് ഇന്ന് രാവിലെയാണ് ഞാൻ തപ്പിയെടുത്തത്. ചില വർഷങ്ങൾക്ക് പുറകിൽ, മേ ബി ഒരു 15 വർഷങ്ങൾക്ക് പുറകിൽ, അക്രൈസ്തവ മാർഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി തൻ്റെ യൗവനപ്രായത്തിൽ ചില പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു സത്യദൈവം ഉണ്ടെങ്കിൽ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നിത്യാദികൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, അവൾക്കറിഞ്ഞുകൂടാ ഏത് സത്യദൈവമാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് എന്നിത്യാദികൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ കിടന്നുറങ്ങി എന്നവൾ പറയുകയുണ്ടായി. അന്ന് രാത്രിയിൽ അവളൊരു ശബ്ദം കേട്ടു. അത് എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ
25 വാക്യം. ദയവായി ബ്രദറെ ആ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ഇന്ന് രാവിലെയാണ് ഞാൻ ആ വാക്യം കണ്ടുപിടിച്ചു വെച്ചത്. കാര്യം കഴിഞ്ഞ ചില ദിവസങ്ങളായി ആ സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. ആ പെൺകുട്ടി മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് അവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ഇവിടുത്തെ ബാംഗ്ലൂരിലെ മാനസിക വിദഗ്ധന്മാർ അവളെ ശോധന ചെയ്യുകയും ചെയ്ത ശേഷം പറഞ്ഞ ചില കാര്യങ്ങൾ പറയാം. അവൾ രാത്രിയിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്, ഞാൻ നിർമ്മല ജലം നിന്റെ മേൽ തളിക്കും. ഞാൻ എവിടുന്നാണ് വരുന്നത്? തേണ്ട സഹസ്രാബ്ദ യുഗത്തിലേക്ക് പ്രവേശിക്കുവാൻ, ഭൂമിയുടെ വീണ്ടെടുപ്പിലേക്ക് പ്രവേശിക്കുവാൻ അല്ല, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ 50-ാം വർഷത്തേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളെ തന്നെ നിർമ്മലീകരിച്ചു വേണം നിങ്ങൾ വരേണ്ടതിന്. ദൈവം ഇസ്രായേലിനെ കൂട്ടമായി നിർമ്മലീകരിക്കുന്ന അവസ്ഥയിൽ 1-2 ആഴ്ചകൾക്കകം നമ്മൾ എത്തിച്ചേരുമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഉപയോഗിക്കേണ്ട ഒരു വാക്യമാണ് എസെക്കിയേൽ 36:25 ദയവായി വായിച്ചാലും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഒരു പെൺകുട്ടി ഒരു രാത്രിയിൽ കേൾക്കുന്ന ഒരു ശബ്ദമാണ്, ജീവനുള്ള ഒരു ദൈവമുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണമേ. പലതിൻ്റെ മുമ്പിൽ കൺഫ്യൂസ്ഡായി. അവളുടെ ശരീരത്ത് ആരോ ആസിഡ് ഒഴിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിയ പെൺകുട്ടിക്ക് എന്തുകൊണ്ടെന്ന് അറിയാൻ വയ്യാതെ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൾ കേൾക്കുന്ന ഒരു ശബ്ദമാണിത്, ഞാൻ നിന്റെ മേൽ നിർമ്മല ജലം തളിക്കും, ഞാൻ നിന്നെ നിർമ്മലീകരിക്കും. അവൾ ഈ വാക്ക് അവൾക്ക് ഏതാണ്ട് ഒരു അബോധാവസ്ഥയിലേക്കായതുപോലെ ഒരു വല്ലാത്ത ഇല്യൂഷനിലേക്ക് പെൺകുട്ടി മാറി. അവൾ രാവിലെ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു. തുടർന്ന് ആരെന്ത് ചോദിച്ചാലും പറയും, ഞാൻ നിന്റെ മേൽ നിർമ്മല ജലം തളിക്കും. മാനസിക വിദഗ്ധന്മാരുടെ അടുക്കൽ അവളെ കൊണ്ടുപോകുകയും അവർ ശോധന ചെയ്ത ശേഷം പറഞ്ഞത്, ഈ പെൺകുട്ടിയുടെ ശരീരത്ത് ആരോ ആൺകുട്ടികൾ ആസിഡ് ഒഴിച്ചിട്ടുണ്ട്, അവർ തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിശ്ചയമായും അവർ ഒരുമിച്ച് വീട്ടുകാരും അറിയാതെ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. അവരേതോ നദിയിലോ ജലാശയങ്ങളിലോ ഇറങ്ങി കുളിച്ച കൂട്ടത്തിൽ കണ്ട ഏതോ രംഗമാണ് അവളുടെ അകത്ത് ഇപ്പോൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് അവൾ ഇത് തന്നെ വിളിച്ചു പറയുന്ന വാക്യം. ഒന്നുകൂടെ വായിച്ചിട്ട് വളരെ ദയവായി. അല്ല, അങ്ങനൊന്നും കേട്ടതല്ല. അവളോട് സംസാരിക്കേണ്ടവൻ അവൾ മരിക്കുന്നതിന് മുന്നമേ ജീവിതത്തിൽ ചില തീരുമാനങ്ങളിലേക്ക് വരേണ്ടതിന് അവളോട് സംസാരിച്ചതാണ്. ഒന്നുകൂടെ വായിച്ചാട്ടെ. 36:25. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഈ വാചകം ഈ പെൺകുട്ടി വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുകയും അവളെ പരീക്ഷിച്ചു കൊണ്ടിരുന്നതായ മാനസിക വിദഗ്ധൻ ഇത് കുളിക്കാൻ പോയ ചരിത്രമാണെന്ന് പറയുകയും ചെയ്യുന്നത് കൂടെ നിന്ന് ശുശ്രൂഷിച്ച ഒരു നേഴ്സ് കേട്ടു. കൃപയാൽ ആ നേഴ്സ് വേദപുസ്തക പരിചയം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാകയാൽ അവൾ ഈ മോളെ ഒറ്റയ്ക്ക് വിളിച്ചു വെച്ച് പറഞ്ഞു, കുഞ്ഞെ നീ പറയുന്ന വാക്യം ബൈബിളിലുണ്ട്, എവിടെയാന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ബൈബിളിലുള്ള ഒരു വാക്യമാണ് നീ പറയുന്നത്, നിന്നോട് ഇടപെട്ടത് യേശുവാണ്. ആ പെൺകുട്ടി കൊടുത്ത അഡ്രസ്സ് അനുസരിച്ച് ഇവരുടെ കുടുംബക്കാർ എൻ്റെ അടുക്കൽ വരികയും അവളുടെ ചില സ്നേഹിതന്മാരുമായി ഇരുന്ന് അന്ന് ഈ വാക്യം തപ്പിയെടുക്കുവാൻ എനിക്കിടയാക്കുകയും ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ചിലതിൻ്റെ മേൽ നിർമ്മല ജലം തളിക്കുക. ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഒരു നിർമ്മല ജലത്തിൻ്റെ തളിപ്പ് നമ്മുടെ മേൽ നടന്നേ മതിയാകുള്ളൂ. അതെ, ഭൂമിയുടെ വീണ്ടെടുപ്പ് മാത്രവുമല്ല, അവരവരുടെ അവകാശത്തിലേക്ക് മടങ്ങി വരയണം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ദയവായി ആ വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങൾ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. ഇവിടെ ഒരു പുസ്തകത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം പറയുന്നു. ഇതിനെക്കുറിച്ച് വേദ പഠിതാക്കൾ മുഴുവനും ചിത്രീകരിക്കുന്നത്, വേദപുസ്തകം അതിൻ്റെ ആഴത്തിൽ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായുള്ള ആളുകൾ എല്ലാവരും വിശ്വസിക്കുന്നത്, ഞാൻ അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത് ഭൂമിയുടെ ടൈറ്റിൽ ഡീഡാണത്. ഒരിക്കൽ ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെതായിരുന്ന ഭൂമി പിന്നത്തേതിൽ കാലത്തിൻ്റെ പോക്കിൽ അനേക തരത്തിലുള്ളതായ തന്ത്രങ്ങളാൽ സാത്താൻ തട്ടിയെടുക്കുകയും ഇന്ന് അത് അവൻ്റെ വകയാണ് എന്ന് സാത്താൻ, മുഴുലോകവും സാത്താൻ്റെ അധീനതയിൽ കിടക്കുന്നു, അവൻ്റേതാണെന്ന് അവൻ വാദിക്കുകയും ചെയ്യുമ്പോൾ അതാർക്കും തിരിച്ചെടുക്കുവാൻ കഴിയാതെ വണ്ണം 7 മുദ്ര കൊണ്ട് മുദ്രയിടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവരുണ്ട്. ഒരു വശത്ത് സുവിശേഷത്തെ നിന്ദിക്കുന്നവരും വേറൊരു വശത്ത് സുവിശേഷത്തിന് വേണ്ടി മരിക്കുന്നവരുമുണ്ട്. ഒരിക്കൽ ഉണർവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരും അതൊക്കെ വ്യാജമാണ്, ഞങ്ങളെയാണ് ദൈവം അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ശക്തിഹീനരായ ആളുകളും എല്ലാം ആത്മമണ്ഡലത്തിലുണ്ട്. 7 മുദ്ര കൊണ്ട് മുദ്രയിട്ടതാണ്
മുദ്രയാണ്. ആർക്കും തുറക്കുവാൻ കഴിയാത്ത ആ മുദ്ര പൊട്ടിക്കുവാൻ ശക്തനായി ഒരു വ്യക്തിയെയും കാണാഞ്ഞതിനാൽ മൂപ്പന്മാർ നിലവിളിക്കുന്നതിൻ്റെ നടുവിൽ, സ്വർഗം വിലപിക്കുന്നതിൻ്റെ നടുവിൽ ഒരു മൂപ്പൻ എഴുന്നേറ്റ് യോഹന്നാൻ അപ്പോസ്തലനോട് പറയുന്ന ഒരു പദമാണ്, യോഹന്നാനെ കരയണ്ട, ഈ മുദ്ര പൊട്ടിക്കുവാൻ കഴിയുന്ന ഒരു കുഞ്ഞാടുണ്ട്. അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ക്രിസ്തു എന്ന കുഞ്ഞാടിനെ നീ കണ്ടുവോ? ഈ മുദ്ര പൊട്ടിപ്പാൻ അവൻ ശക്തനാണ്. ഇന്ന് പകൽ താങ്കളുടെ ജീവിതത്തിൽ അവകാശത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ 7 തരം മുദ്രകൾ കൊണ്ട് മുദ്ര വെച്ച് നിങ്ങളുടെ ജീവിതം ദുരിതത്തിലാഴ്ത്തിയെങ്കിൽ മറക്കരുത്, മടങ്ങി വരുവാൻ കഴിയുന്നവനായ, നിങ്ങളെ തിരികെ കൊണ്ടുവരുവാൻ കഴിയുന്നവനായ അത്യുന്നതനായ ഒരു ദൈവപുത്രനുണ്ട്. കുഞ്ഞാട് മുദ്രകളിൽ ഓരോന്ന് പൊട്ടിക്കുവാൻ തുടങ്ങി. ആ 7 മുദ്രയും പൊട്ടിച്ചതോടെ ഭൂമിയുടെ വീണ്ടെടുപ്പ് നടന്നു. അതെ, ഭൂമിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് യേശു മടങ്ങി വരുന്നത്. 5-ാമതായി ലോകത്തിന് സമാധാനം കൊടുക്കുവാൻ. യെശയ്യാവിന്റെ പുസ്തകം 9:6 വായിക്കുന്നില്ല, ലോകത്തിന് സമാധാനം കൊടുക്കുവാൻ സമാധാനത്തിൻ്റെ പ്രഭുവായി യേശു ഇറങ്ങി വരും. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഞാൻ തരുന്ന സമാധാനം നിങ്ങളിൽ നിന്ന് എടുത്തു കളവാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല എന്ന് പറയുന്നത് പോലെ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. സമാധാനം തരേണ്ടതിന് വേണ്ടി തേണ്ട ലോകം അസമാധാനത്തിലാണ്. ആറ്റം ബോംബുകൾ, കെമിക്കൽ വെപ്പൺസുകൾ, അങ്ങനെ ഒത്തിരി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വിഷമിച്ചിരിക്കുന്ന ലോകം, കൈക്കൂലിയും അഴിമതിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭരണകൂടങ്ങൾ, സത്യം പറഞ്ഞാൽ മനസ്സിലാകാത്തതായ ഒരു കൂട്ടം ജനങ്ങൾ, ഇങ്ങനെ ഭാവിയെക്കുറിച്ച് യാതൊരു ഹോപ്പുമില്ലാതെ വിതിൻ എ ഗ്രിം ഫ്യൂച്ചർ ലോകത്തിൻ്റെ മജോറിറ്റി നടന്നു നീങ്ങുമ്പോൾ ഇതിന് സമാധാനം തരേണ്ടതിനാണ് യേശുവിൻ്റെ മടങ്ങിവരവ്. 5 പ്രധാന ഉദ്ദേശങ്ങൾ യേശുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഭൂമിയുടെ ഓണർഷിപ്പിനെ കുറിച്ചൊന്ന് തൊടാം. ദൈവമാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തെ മുഴുവനും, യൂണിവേഴ്സിനെ, മേ ബി മൾട്ടിവേഴ്സ് സൃഷ്ടിച്ചത് ദൈവമാണ്. തൻ്റെ സൃഷ്ടിയെങ്കിൽ സകലതും തൻ്റേതാണ്. കാര്യം തൻ്റെ വാക്കുകൊണ്ടാണ് ഇതിനെ സൃഷ്ടിച്ചത്. ഹി ക്യാൻ ഡു എനിത്തിങ് വിത്ത് ഇറ്റ്. ഈ ഭൂമിയെ എന്ത് വേണമെങ്കിലും ചെയ്യുവാൻ, ആർക്ക് വേണമെങ്കിലും കൊടുക്കുവാൻ, അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യണമെങ്കിൽ, ചുടണമെങ്കിൽ ചുട്ടുകളവാൻ, വെക്കണമെങ്കിൽ വെക്കുവാൻ, രൂപീകരിക്കണമെങ്കിൽ രൂപീകരിക്കുവാൻ, താൻ ആദ്യമായി ഭൂമിയെ സൃഷ്ടിച്ചു, അത് തൻ്റേതാണ്. നഷ്ടമായ സാഹചര്യത്തിൽ രക്തം കൊണ്ട് വീണ്ടെടുത്തു, വീണ്ടും അത് തൻ്റേതാണ്. ആ ഭൂമിയെ ആർക്ക് അലോക്കേറ്റ് ചെയ്യണം, ആർക്കൊക്കെ ഏതൊക്കെ ഡിസ്പെൻസേഷൻസ് നടക്കണം എന്നിങ്ങനെ അതിനെ വീതിക്കുന്നതും തീരുമാനിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ കടമയാണ്, ദൈവത്തിൻ്റെ വകയാണ് ഭൂമി. വേദപുസ്തക ചരിത്രപ്രകാരം ആദ്യമേ ദൈവം ഭൂമിയെ ആദമിന് കൊടുത്തു. ആദം വഞ്ചിക്കപ്പെട്ടു, ദൈവം നോഹയ്ക്ക് കൊടുത്തു, നോഹ വഞ്ചിക്കപ്പെട്ടു. അതിനെ തുടർന്ന് ദൈവം ഇതിൻ്റെ മുഴുഭാഗവും അല്ലെങ്കിൽ മിക്ക ഭാഗവും വ്യത്യസ്ത ജാതികൾക്കായി കൊടുക്കുകയും അബ്രഹാമിന് ഒരു ചെറിയ ഭാഗം വാഗ്ദത്തം ചെയ്യുകയും ചെയ്തത് 1 വർഷത്തിന് മുന്നമേ ഞാനിവിടെ ക്ലാസ്സായിട്ട് എടുത്തത് ഓർമ്മയുണ്ട്. ഇന്ന് നാം ആയിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 21:24 പ്രകാരം. ദയവായി വായിച്ചാട്ടെ, ലൂക്കോസിൻ്റെ സുവിശേഷം 21:24 പ്രകാരം. ഇന്ന് ഞാനും നിങ്ങളും ജാതികളുടെ കാലത്താണ് ജീവിക്കുന്നതെന്ന് മറക്കരുത്. ഇന്ന് ഭൂമിയുടെ അബ്സല്യൂട്ട് മജോറിറ്റി ജാതികൾക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുകയാണ്. ഒരു എക്സെപ്ഷൻ ഉണ്ട്, അബ്രഹാമിന് വേണ്ടി ദൈവം കൊടുത്ത ഒരു ചെറിയ ഭാഗമുണ്ട്. ദൈവം പ്രോമിസ് ചെയ്തതും തീറാധാരം കൊടുത്തതും. ആ പദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തീർ കൊടുത്തത് അബ്രഹാമിന് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും തീറായിട്ട് കൊടുത്തിട്ടില്ല. ഒരു ചെറിയ ഭാഗം അബ്രഹാമിന് തീർ കൊടുക്കുകയും ബാക്കിയുള്ളത് ജാതികൾക്ക് വേണ്ടി പകുക്കുകയും ചെയ്തു. ഇന്ന് നാം ജീവിക്കുന്നത് ജാതികളുടെ കാലഘട്ടത്തിലാണ്. ലൂക്കോസ് 21:24. അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. ഇന്ന് നടക്കുന്ന സാഹചര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇസ്രയേലിന് വെട്ടിത്തകർക്കുന്ന ദൈവിക വാള് തന്നെ, അല്ലെങ്കിൽ ദൈവം അനുവദിച്ച വാള് തന്നെ കൊണ്ട് അവർ വെട്ടിത്തകർക്കപ്പെടുകയും ജാതികളുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ചിതറുകയും ചെയ്തു. അവർ ചിതറിക്കഴിഞ്ഞു. ഇന്ന് അവർ മടങ്ങി വരുന്ന സമയമാണ്. ഒടുവിൽ അവർ പൂർണ്ണമായി വിടുവിക്കപ്പെടുന്നത് വരെ ഈ ജാതികളുടെ കാലത്ത്, ആ പദത്തിനു വേണ്ടിയാണ് ഞാൻ ആ വാക്യം വായിച്ചത്. ഈ ജാതികളുടെ കാലത്ത്, ഇന്ന് കണ്ടംപററി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്റെ ഇസ്രയേൽ ജാതികളാൽ ചവിട്ടപ്പെടുകയാണ്. നാം ജാതികളുടെ കാലഘട്ടത്തിലാണ്. ഞാൻ പറഞ്ഞു, ദൈവം ആദ്യം ഇത് ആദമിന് കൊടുത്തു, പിന്നെ നോഹയ്ക്ക് കൊടുത്ത വാക്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ കാണുവാൻ കഴിയും. തൻ്റെ ഇന്ന് അത് ജാതികൾക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുകയാണ്. നാം ജാതികളുടെ കാലഘട്ടങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ.
ദൈവം ജാതികൾക്ക് വേണ്ടി പകുത്തു കൊടുക്കുന്നതിനെ കുറിക്കുന്ന ഒരു പദപ്രയോഗം നെബൂഖദ്നേസറിന് കൊടുത്തതായി യെരമ്യാ പ്രവചനം 27-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. യെരമ്യാവിൻ്റെ പുസ്തകം 27-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണത് കാണുന്നത്. ഒരു കാലഘട്ടം, ഞാനിത് ജാതികൾക്ക് കൊടുക്കുകയാണ്, ഒരു കാലഘട്ടത്തിലേക്ക് നെബൂഖദ്നേസർ എന്ന രാജാവിനും അദ്ദേഹത്തിൻ്റെ മക്കൾക്കുമായി കൊടുക്കുകയാണ്. ഒരു 3 തലമുറ നിങ്ങൾ പ്രധാനമായ സാമ്രാജ്യത്തെ ഭരിക്കും. ഒരുപാട് കൊച്ചു കൊച്ചു രാജ്യങ്ങൾ വട്ടത്തിലുണ്ട്, അത് എന്നുമുണ്ട്. എന്നാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ബാബേൽ സാമ്രാജ്യം ഭരിക്കുവാൻ ഞാൻ വേണ്ടത് നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്ന ആശയമാണ് കാണുന്നത്. ഒന്ന് നോക്കിക്കട്ടെ, വായിച്ചാട്ടെ. തങ്ങളുടെ യജമാനന്മാരോട് പറയുവാൻ നീ അവരോട് കൽപ്പിക്കേണ്ടത്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ യജമാനന്മാരോട് ഇപ്രകാരം പറയുവിൻ, ഞാൻ ഭൂമിയെയും ഭൂതലത്തിലെ മനുഷ്യനെയും മൃഗങ്ങളെയും എൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു. എനിക്ക് ബോധിച്ചവന് ഞാൻ അത് കൊടുക്കും. ഇപ്പോഴോ ഞാൻ ഈ ദേശങ്ങളെ ഒക്കെയും എൻ്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. സകല ജാതികളും അവനെയും അവൻ്റെ മകനെയും മകൻ്റെ മകനെയും അവൻ്റെ ദേശത്തിൻ്റെ കാലാവധി ആകുവോളം സേവിക്കും. അവന് ഞാൻ ദേശം കൊടുത്തു, ദേശത്തിനൊരു കാലാവധി വെച്ചു, 3 തലമുറകൾക്ക് ഭരിക്കുവാനുള്ള അനുവാദവും കൊടുത്തു. അവിടം വരെ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ദേശത്തെ എങ്ങനെ എപ്പോൾ പകുത്തു കൊടുക്കണം, എങ്ങനെ അതിൻ്റെ ഡിസ്പെൻസേഷൻസ് നോക്കണം എന്ന് തീരുമാനിക്കുന്നത് യജമാനനാണ്. യജമാനൻ അതിൻ്റെ ഡിസ്പെൻസേഷൻ നോക്കി. ആകപ്പാടെ ഒരു 8 മേജർ രാജാക്കന്മാർ ഭൂമിയെ ഭരിക്കുമെന്ന് കഴിഞ്ഞ വർഷം ഞാൻ എടുത്തു പറഞ്ഞത് ഓർമ്മയുണ്ട്. വെളിപ്പാട് പുസ്തകം 13-1 മുതൽ 17-10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. ഇന്ന് നമ്മൾ ഇനി അത് ചിന്തിക്കാൻ പോകുന്നില്ല. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ കോൺഫ്ലിക്റ്റിലേക്ക് പ്രധാനമായും ശ്രദ്ധയെ ഒന്ന് തിരിച്ചുകൊണ്ട് ഇത് പറയുമ്പോൾ ബൈബിൾ എന്തു പറയുന്നു എന്ന ആശയത്തിൽ മാത്രം നിൽക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഏതെങ്കിലും ഒരു സമൂഹത്തെയോ ഒരു സമൂഹത്തിൻ്റെ വികാരങ്ങളെയോ തൊടുവാനല്ല. ദയവായി സഭയോട് ബന്ധപ്പെടാത്തവരും ഞങ്ങളുടെ വിശ്വാസ സമ്പ്രദായങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരും അതിനെ കേൾക്കണമെന്നില്ല എന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കട്ടെ. കേട്ടുകൂടെന്നല്ല, അതിനകത്ത് തെറ്റൊന്നുമില്ല. എന്നാൽ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം ഞാൻ അവരുടെ മുമ്പിൽ വേദപുസ്തക ചരിത്രത്തിൽ നിന്നും എടുത്തു വയ്ക്കുവാനായി താല്പര്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ 2 നദികളെക്കുറിച്ച് പറഞ്ഞേച്ച് അതിനിടയിലുള്ള സ്ഥലം ഞാൻ നിനക്ക് തരികയാണ്, നിന്റെ സന്തതിക്ക് തരികയാണ്. ശാശ്വത അവകാശം എന്നൊരു പദം അവിടെയുണ്ട്. അതുകൊണ്ടാണ് തീറാധാരം എന്ന് ഞാൻ പറഞ്ഞത്. ബാബേൽ രാജാവിന് സ്ഥലം കൊടുക്കുമ്പോൾ നിൻ്റെയും നിൻ്റെ മകൻ്റെയും മകൻ്റെ മകൻ്റെയും കാലഘട്ടത്തോളം മാത്രമേ ഉള്ളൂ. അതിന് ഒരു ടൈം ആൻഡ് സീസൺ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശാശ്വത അവകാശമായി തീറാധാരമായി ഞാൻ തരുന്നുവെന്ന് ദൈവം ആകപ്പാടെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് അബ്രഹാമിനോട് മാത്രമാണ്. ദയവായി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 18-ാമത്തെ വാക്യം. അന്ന് യഹോവ അബ്രാമിനോടൊരു നിയമം ചെയ്തു, നിന്റെ സന്തതിക്ക് ഞാൻ ഈ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനിസ്യർ, കത്മോന്യർ, ഹിത്യർ, പെരിസ്യർ, രഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ദൈവം അബ്രഹാമിനോട് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അബ്രഹാമിനോട് 12-ാമത്തെ അധ്യായത്തിൽ, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുകയും തന്നെ മുൻപേക്ക് നടത്തുകയും ചെയ്തു. ഞാനത് ഒരു പ്രാവശ്യം കൂടെ തൊട്ടേക്കാം. ഏതാണ്ട് 1000-ഓളം കിലോമീറ്റർ ദൂരമാണ് അബ്രഹാം യാത്ര ചെയ്തിരിക്കുന്നത്. അക്കാലത്തെ വാഹനങ്ങൾ കുതിരയുണ്ടെങ്കിലും അബ്രഹാം കുതിരയെ ഉപയോഗിച്ചതായി ബൈബിളിൽ തെളിവില്ല. ഒട്ടകങ്ങൾ, കഴുതകൾ, കോവർ കഴുതകൾ മുതലായതിനെ ആയിരിക്കണം അന്നത്തെ സാധാരണക്കാർ ഉപയോഗിച്ചത്. അബ്രഹാം അത് മാത്രമായിരിക്കണം ഉപയോഗിച്ചിരിക്കാൻ സാധ്യത. കാര്യം തുടർന്നുള്ള തൻ്റെ യാത്രയിൽ ഒട്ടകങ്ങളെയും കഴുതകളെയും തൻ്റെ വാഹനവ്യൂഹത്തിൽ കാണാൻ കഴിയുമെങ്കിലും കുതിരകളെ ഞാൻ തിരുവചനപ്രകാരം കണ്ടിട്ടില്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ അറിഞ്ഞുകൂടാ. ഈ പഴയ വാഹനങ്ങളിൽ 1000 മൈലോളം ദൂരം സഞ്ചരിക്കേണ്ടത് അത്ര നിസ്സാരമായ കാര്യമല്ല. ദൈവം എന്തുകൊണ്ട് അബ്രഹാമിനെ വിളിച്ചിറക്കി? അബ്രഹാമിന് വലുത് കൊടുക്കുവാൻ. യാത്ര ആരംഭിച്ച് അബ്രഹാമിന് മക്കളില്ലാതെ വന്നതുകൊണ്ട് നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് തൻ്റെ ഭാര്യയിൽ നിന്ന് ജനിക്കാതെ വന്നതിനാൽ
അറിയാവുന്നതിനാൽ താൻ വ്യാകുലപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു ബ്ലഡ് കവനന്റ് ദൈവം അബ്രഹാമുമായി വെക്കുന്നത്. നീ 3 വയസ്സ് പ്രായമുള്ള ഒരു പശുക്കിടാവിനെയും ആട്ടുകൊറ്റനെയും പിന്നെ പക്ഷികളെയും ഒക്കെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ നിരത്തി വയ്ക്കുക എന്ന് പറഞ്ഞ് നിരത്തി വെച്ചതായ ആ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആ ഖണ്ഡങ്ങളുടെ നടുവിലൂടെ, അവയുടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിലൂടെ മുൻപിൽ പുകയുന്ന ഒരു തീക്കുണ്ടവും അതിൻ്റെ പുറകിൽ ഒരു പുകയുന്ന തീയും പിന്നെ ജ്വലിക്കുന്ന അഗ്നിയും നടന്നുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ നടന്നുകൊണ്ട്, അഥവാ പിതാവായ ദൈവവും പുത്രനായ ദൈവവും നടന്നുകൊണ്ട് ആത്മവിവശതയിൽ ഉറങ്ങിക്കിടക്കുന്ന അബ്രഹാമിനെ കാണിച്ചുകൊണ്ട് ദൈവം അതിൻ്റെ നടുവിൽ നിന്നൊരു വ്യവസ്ഥ ചെയ്തു. ആ വ്യവസ്ഥ ഒരു ബ്ലഡ് കവനന്റ് ആണ്. ആ ബ്ലഡ് കവനന്റിനകത്ത് വിളിച്ചു പറഞ്ഞിരിക്കുന്ന പദമാണിത്: ഫ്രാത്ത് നദി മുതൽ മിസ്രയീം നദി വരെ നിനക്ക് സ്ഥലം തരാൻ പോകുകയാണ്. വേദപഠിതാക്കൾ അതിനെക്കുറിച്ച് പഠിച്ച ശേഷം വളരെ റീസെൻ്റ് ഡേയ്സിലാണ് ഞാൻ ആ വിശദീകരണത്തിലേക്ക് പോകുന്ന ഒരാളിനെ കണ്ടത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ഏതാണ്ട് 3 ലക്ഷം സ്ക്വയർ മൈൽ സ്ഥലത്തെക്കുറിച്ചാണ് ദൈവം അവിടെ പറയുന്നത്. ശ്രദ്ധിച്ചാലും ഏതാണ്ട് 3 ലക്ഷം സ്ക്വയർ മൈൽ സ്ഥലത്തെക്കുറിച്ചാണ് ദൈവം അവിടെ സംസാരിക്കുന്നത്. ഇനി ആ സ്ഥലം കേവലം ഇന്ന് കിടക്കുന്നത് പോലെ ഒരു വരണ്ട ഭൂമിയാണോ മരുഭൂമിയാണോ? അല്ല. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പാലും തേനും ഒഴുകുന്ന ദേശമാണത്. തുടർന്ന് ഈ വാചകങ്ങൾ പല പ്രാവശ്യം തിരുവചനത്തിൽ എടുത്തു പറയുന്നുണ്ട്. പാലും തേനും ഒഴുകുന്ന 3 ലക്ഷം സ്ക്വയർ മൈലോളം സ്ഥലം ഞാൻ നിനക്ക് തരികയാണ്, നിന്റെ സന്തതിക്ക് അത് ശാശ്വത അവകാശമായിരിക്കും. എന്നാൽ ആ സ്ഥലത്തിന് പലതും സംഭവിച്ചു. ഞാൻ ഈ ആഴ്ചയിൽ ഒത്തില്ലെങ്കിൽ വരുന്ന ആഴ്ചയിൽ അവിടെ എത്തും. ആ സ്ഥലത്തിന് പലതും സംഭവിച്ചു. ആ സംഭവങ്ങളുടെ നടുവിൽ ഇന്നത് മരുഭൂമിയായി മാറി. എന്തുകൊണ്ട് മരുഭൂമിയായി മരുഭൂമിയായി ചരിത്രവും ഭൂമിശാസ്ത്രവും അറിയാവുന്ന ചിലർ തന്നിരിക്കുന്ന വിശദീകരണങ്ങൾ അമ്പെ കണ്ണു തുറപ്പിക്കുന്നവയായിരുന്നു. ആ വിശദീകരണങ്ങൾ വായിച്ച ശേഷം എന്നെ പരിശുദ്ധാത്മാവ് ഒരുപാടും കൂടെ പ്രോത്സാഹിപ്പിക്കുകയും ഞാൻ ഇന്നത് ജനത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയുമാണ്. ഇത് ജനത്തെ തിന്നുകളയുന്ന ദേശമാണെന്നും ഇവിടെയൊന്നും ഉണ്ടാകാത്ത വെറും മരുഭൂമി മാത്രമായിരിക്കുമെന്ന് പറയുമ്പോഴും എസെക്കിയേൽ പ്രവചനം 36:35 വാക്യം നമുക്ക് വേണം. എസെക്കിയേൽ പ്രവചനം 36:35 കർത്താവ് പറയുന്ന ഒന്നുണ്ട്: ഇന്ന് നിങ്ങൾ കാണുന്ന ഇതൊന്നും നിങ്ങൾ കണക്കിലെടുക്കേണ്ട. ഈ സ്ഥലത്തിൻ്റെ സ്ഥിതി മാറുവാൻ പോകുകയാണ്. ഈ സ്ഥലം വലിയൊരു പട്ടണമായി മാറും. ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. 3 ലക്ഷത്തോളം സ്ക്വയർ മൈലുകൾ ഉള്ള ഒരു സ്ഥലം ദൈവം വാഗ്ദത്തം ചെയ്തേച്ച് പറഞ്ഞു, ഇത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. അതെ, അന്നങ്ങനെയായിരുന്നു. പിന്നത്തേതിൽ ഇറ്റ് ബിക്കേം എ ഡെസലൂട്ട്. അത് ഒരു ഉപേക്ഷിക്കപ്പെട്ട ഭൂമിയായി, മരുഭൂമിയായി, ആർക്കും വേണ്ടാത്ത സ്ഥലമായി, നിവാസികളെ തിന്നുകളയുന്ന സ്ഥലമെന്ന് ലോകം വിളിച്ചു. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഞാൻ അതിനെത്തേണ്ട നിങ്ങൾക്ക് വേണ്ടി തരുമ്പോൾ നിങ്ങളതിനെ രൂപീകരിക്കുമെന്ന് പറഞ്ഞ് ദയവായി വായിച്ചാട്ടെ എസെക്കിയേൽ പ്രവചനം 36:35. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെയായി തീർന്നുവല്ലോ. ശൂന്യമായി കിടന്നിരുന്ന ദേശം, ഇസ്രായേലിൻ്റെ കയ്യിൽ കിട്ടിയ ഒരു അല്പസ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ദേശം ഏദൻ തോട്ടം പോലെയായി തീർന്നല്ലോ, ഫലവത്തായത്. ഞാൻ കഴിഞ്ഞ വർഷം എവിടെയോ ഒരു റിപ്പോർട്ട് വായിച്ച കൂട്ടത്തിൽ ആ വർഷം ഇസ്രായേലിൽ നിന്നും അവരുടെ കയ്യിൽ കിട്ടിയ 6000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമുണ്ട്. അവിടെ നിന്നും വിളയിച്ചെടുത്തതിൽ അവരുപയോഗിച്ച ശേഷം മിച്ചം വന്ന വെജിറ്റബിൾസ് കയറ്റി അയച്ചത് 1 കോടി അമേരിക്കൻ ഡോളർ വിലയുള്ളതാണ്. 1 കോടി വിലപിടിപ്പുള്ളതായ പച്ചക്കറി മാത്രം അവിടെ നിന്ന് വിറ്റു. ലോകത്തിലെ പ്രധാനപ്പെട്ട റോസ് ഫ്ലവർ എക്സ്പോർട്ടേഴ്സ് ഇസ്രയേലാണെന്ന് പറയുന്നു. ഇത് ഏദൻ തോട്ടം പോലെ ആകും. കേവലം ഏദൻ തോട്ടം പോലെ ആയി എന്ന് മാത്രമല്ല. ഒന്നുകൂടെ വായിച്ചാട്ടെ ബ്രദറെ. പാഴും ശൂന്യവുമായി ഇടിഞ്ഞു കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളും ഉള്ളവ ആയിത്തീർന്നുവല്ലോ എന്ന് അവർ പറയും. ഉറപ്പും നിവാസികളുമുള്ള പട്ടണം, നിവാസികളുള്ള പട്ടണം. അതെ, കഴിഞ്ഞ ദിവസത്തെ ഈ ടെമ്പററി യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേട്ടു, ലോകത്തിലെ ഏറ്റവും അധികം ജനനിബിഡമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇന്ന് ആ ഭാഗങ്ങളെന്ന് കേട്ടു. അതെ, ജനനിബിഡമായ ഭാഗം. ഉറപ്പുള്ള പട്ടണങ്ങൾക്കായി സ്തോത്രം. ഇസ്രായേൽ ഇന്ന് വന്ന് പണിതിരിക്കുന്ന വീടുകൾ എല്ലാത്തിനും ബോംബ് ഷെൽട്ടേഴ്സ് ഉള്ള, അതിനേക്കാൾ കൂടുതൽ ഉറപ്പിൽ പട്ടണങ്ങൾ പണിയാറില്ലല്ലോ. ബോംബ് ഷെൽട്ടേഴ്സ് ഉള്ള വീടുകൾ ഉൾപ്പെടെയാണ് അവിടെ പണിതിരിക്കുന്നതെന്ന് കണ്ടു. ഇന്നേക്ക് 2500 വർഷങ്ങൾക്ക് മുന്നേ സിമെൻറ്റ് കണ്ടുപിടിക്കുന്നതിന് മുന്നമേ, കോൺക്രീറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുന്നമേ, ഇന്നേക്ക് 2500-ലധികം വർഷങ്ങൾക്ക് മുന്നമേ, ടെക്നോളജി പരിചയപ്പെടുന്നതിന് മുന്നമേ ദൈവത്തിൻ്റെ പ്രവാചകനോട് ദൈവം പറഞ്ഞ എസെക്കിയേലേ എഴുത്, എൻ്റെ ജനം അവിടെ മടങ്ങി വന്നാൽ അവിടെ പണിയുന്നത് കേവലം കുടിലുകളല്ല, പകരം
പകരം ബലമുള്ള പട്ടണങ്ങൾ പണിയുവാൻ, ബോംബ് ഷെൽറ്റേഴ്സ് ഉള്ളതായ വീടുകൾ ചേർത്ത പട്ടണങ്ങൾ പണിയുവാൻ ഞാൻ എൻ്റെ ജനത്തെ ശക്തീകരിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അക്ഷരിക നിവർത്തീകരണങ്ങൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 24 ദൈവം തൻ്റെ ഈ സ്ഥലം ഇസ്രയേലിന് ഒരു പെർമനൻ്റായി എടുക്കുന്നത് കാണാം. ദയവായി വായിച്ചാട്ടെ 20-24, ലേവ്യ പുസ്തകം 20-24. നിങ്ങൾ അവരുടെ ദേശത്തെ കൈവശമാക്കുമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. പാലും തേനും ഒഴുകുന്ന ആ ദേശം നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും. ഞാൻ അതിനെ നിങ്ങൾക്ക് തരികയാണ്. ദൈവം തന്നിരിക്കുക. ശാശ്വതം എന്ന പദം അബ്രഹാമിനോടാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്. മോശയോട് പറഞ്ഞിട്ടുണ്ട്, പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ശാശ്വതമാണ്, ഞാനതിനെ പെർമനൻ്റായി നിങ്ങൾക്ക് തരുവാൻ പോകുകയാണ് ആ ഒരു സ്ഥലത്തെ. എന്നാൽ ഇസ്രയേൽ അങ്ങനെ ഒരു 3 ലക്ഷം സ്ക്വയർ മൈൽ അവകാശപ്പെടുത്തിയതായി ഇതുവരെ ലോകചരിത്രത്തിലില്ല. അതെ, അത് ലോകചരിത്രം തീർന്നില്ല, കുറേ നാളൂടെ പോകും. യേശുവിൻ്റെ 2ാം വരവോടെ മാത്രമേ ഇന്നുള്ള ചരിത്രത്തിന് വ്യത്യാസം വരികയുള്ളൂ. വേറെ പല വേദഭാഗങ്ങളും വായിക്കുമ്പോൾ ആളുകൾ പറയാറുള്ളത്, ദൈവം തിരഞ്ഞെടുത്ത ദാവീദ് എന്ന രാജാവിൻ്റെ കാലത്ത് മാത്രമേ ഉള്ളൂ ഏറെക്കുറെ ആ സ്ഥലം ഒന്ന് കൈവശമാക്കാൻ കഴിഞ്ഞത്. പാലും തേനും ഒഴുകുന്ന ഫലപുഷ്ടമായ സാഹചര്യത്തിൽ ദേശമൊന്ന് സ്വസ്ഥത അനുഭവിച്ച, 1 രാജാക്കന്മാരുടെ പുസ്തകം 5:4 പദം കിടപ്പുണ്ട്. ദേശമൊന്ന് സ്വസ്ഥത അനുഭവിച്ച, യുദ്ധവും ഭീതിയും ഇല്ലാതെ ഒന്ന് കഴിഞ്ഞ, കൈക്കൂലിയില്ലാത്ത ഒരു ഭരണകൂടം വന്ന, വിശ്വാസത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ആരാധന അന്തരീക്ഷമുണ്ടായ ഒരു നല്ല കാലം ഒന്ന് വന്നത് ദാവീദിൻ്റെ കാലത്താണ്. കാര്യം രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരുവൻ ദൈവത്തിന് വേണ്ടി ദൈവഹിതപ്രകാരം ഭരിച്ചു, അവൻ്റെ പേരുണ്ട്. അന്ന് മാത്രമേ അപ്രോക്സിമേറ്റ്ലി ആ പറയുന്ന സ്ഥലത്ത് എത്തുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് ഇസ്രയേലിൻ്റെ കയ്യിലുള്ളത് അത് ദൈവം വാഗ്ദത്തം ചെയ്തതിൻ്റെ 2.7% ഉള്ളൂ എന്ന് മറക്കരുത്. ദൈവം വാഗ്ദത്തം ചെയ്തതിൻ്റെ 2.7% മാത്രമേ ഉള്ളൂ എന്ന് മറക്കരുത്. ഒരു വലിയ പ്രസവവേദനയിലേക്ക് ജനം മാറുകയും ഒരു വലിയ വളർച്ചയിലേക്ക് ഇസ്രയേൽ മാറുകയും ജനം ഭൂമി മുഴുവനും നടുങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. ഈ രാജ്യത്തെക്കുറിച്ച് ജാതികൾ പറഞ്ഞിരുന്നത് ഇത് ജാതികളെ, നിവാസികളെ തിന്നുകളയുന്ന ദേശമാണെന്നാണ്. എസെക്കിയേൽ 36:13 ജനത്തെ തിന്നുകളയുന്ന, നിവാസികളെ തിന്നുകളയുന്ന നാടാണ് ഇതെന്ന് പറഞ്ഞല്ലോ. അല്ല, ദൈവത്തിന് അതിന് വേറൊരു പ്രയോഗമുണ്ട്. കർത്താവ് പറഞ്ഞു അങ്ങനെയല്ല. ലേവ്യ പുസ്തകം 18:25 മുതൽ 27 വരെ ദയവായി വായിക്കാം. ഇത് നിവാസികളെ ഛർദ്ദിച്ചു കളയുന്ന ദേശമാ, തിന്നുകളയുന്ന ദേശമല്ല, പകരം ഛർദ്ദിച്ചു കളയുന്ന ദേശമാ. അവിടെ വരുന്നവൻ ശൂന്യമായി ഇല്ലാതെ പോകുമെന്നല്ല, ശൂന്യമായി ഇറങ്ങി ഓടുന്ന സ്ഥലമാണത്. അവിടെ വരുന്നവൻ അതിനകത്ത് കിടന്നു ചാകുന്ന സ്ഥലമല്ല, അവിടെ വരുന്നവൻ അതിനകത്തുനിന്ന് ജീവനും കൊണ്ട് ഓടുന്ന സ്ഥലമാണത്. ഇത് തിന്നുകളയുന്നതല്ല, പകരം ഛർദ്ദിച്ചു കളയുന്ന സ്ഥലമാണ്. വായിക്കാം ലേവ്യ പുസ്തകം 18:25 മുതൽ 27 വരെ. ദേശവും അശുദ്ധമായി തീർന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. ദേശം തൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു. ഒന്ന്, ദേശം അതിൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു. ഛർദ്ദിച്ചു കളയുന്നു എന്ന പ്രയോഗം 3 പ്രാവശ്യം ഉണ്ട്. വാക്യങ്ങളിൽ വായിച്ചാട്ടെ. ഈ മ്ലേച്ഛതയൊക്കെയും നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു, ദേശം അശുദ്ധമായി തീർന്നു. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ അവിടെ വരുന്നതിന് മുന്നമേ ജാതികൾ അവിടെ പാർത്തിരുന്നു. ആ ജാതികളെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞു. അബ്രഹാമിനോട് പറയുമ്പോൾ ഇന്ന ആളുകൾ പാർക്കുന്ന സ്ഥലത്തെയാണ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അവരെ ഛർദ്ദിക്കുവാൻ സമയമായി അടുത്തു വരുന്നുവെന്ന് ദൈവത്തിനറിയാം. കാര്യം ആ വഷളത്വം ആ ദേശത്ത് പാടില്ല. അവരെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞു. 2ാം പ്രാവശ്യം ഇനിയും വായിച്ചാട്ടെ. നിങ്ങൾ അതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ. നിങ്ങൾ അതിനെ അശുദ്ധമാക്കിയാൽ നിങ്ങളെയും ഛർദ്ദിച്ചു കളയും. 3 പ്രാവശ്യമാണ് ഛർദ്ദിച്ചു കളയുക എന്ന പ്രയോഗമുള്ളത്. ദേശം ഛർദ്ദിക്കുന്ന ദേശമാണ്. ഉൽപ്പത്തി പുസ്തകം 15:16 പറയുമ്പോൾ അമോര്യരുടെ അകൃത്യം ഇന്നുവരെയും തികഞ്ഞിട്ടില്ല. ഉൽപ്പത്തി 15 നമ്മൾ വായിച്ചതാണ്. 15:16 വാക്യത്തിൽ പറയുന്നത്, അബ്രഹാമേ, അങ്ങയുടെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്തൊരു 400 സംവത്സരം പരദേശവാസം ചെയ്യും. അത് കഴിഞ്ഞു മാത്രമേ അമോര്യരുടെ രാജ്യമായ കനാനിലേക്ക് ഞാൻ നിങ്ങളെ കയറ്റി പാർപ്പിക്കുകയുള്ളൂ. കാരണം അമോര്യരെ ഛർദ്ദിച്ച ശേഷം മാത്രമേ നിങ്ങളെ അവിടെ പാർപ്പിക്കാൻ കഴിയുകയുള്ളൂ. അവരെ അവിടുന്ന് ഛർദ്ദിക്കണമെങ്കിൽ അവരുടെ അകൃത്യം തികയണം. അമോര്യരുടെ അകൃത്യം ഇതുവരെയും തികഞ്ഞിട്ടില്ല. വാക്യം കൂടെ അങ്ങ് വായിച്ചാട്ട് ബ്രദറെ. ലെറ്റ് us really enjoy it. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും.
അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. അമോര്യരുടെ അക്രമം തികഞ്ഞെങ്കിൽ മാത്രമേ എനിക്കവരെ മാറ്റുവാൻ കഴിയുകയുള്ളൂ. പലതും ഇന്ന് ആത്മലോകത്തിലും ഭൗതിക ലോകത്തിലും ഒരുപാട് ദോഷം ചെയ്തിട്ട് നെഞ്ചുവിരിച്ച് നടക്കുന്നു. എന്തുകൊണ്ടവർ നിലനിൽക്കുന്നുവെന്ന് ചോദിച്ചാൽ ദൈവത്തിന് പറയുവാനുള്ള, ഞങ്ങൾക്ക് ഏറ്റുപറയുവാനുള്ള മറുപടി, അകൃത്യം തികയുവാൻ ദൈവം അവസരം തരികയാ. ഇതിനോടകം മാനസാന്തരപ്പെടുകയാണ് നല്ലത്. അകൃത്യം തികഞ്ഞാൽ എടുത്തു കളയും. അമോര്യരുടെ അകൃത്യം ഇതുവരെയും തികഞ്ഞിട്ടില്ല. ഞാനൊരു 3 കാര്യങ്ങൾ ഈ പേജിൽ നിന്ന് എടുത്തോർമ്മിപ്പിക്കുവാനായി താല്പര്യപ്പെടുന്നു. 1, മനുഷ്യരെ തിന്നുകളയുന്നു എന്ന് ജാതികൾ പറയുന്ന ദേശം. ബി, രണ്ടാമത്തേതായി ഇത് മനുഷ്യരെ ഛർദ്ദിച്ചു കളയുന്ന ദേശമാണ്. 3, അബ്രഹാമിന് മുമ്പ് അവിടെ പാർത്തിരുന്ന അമോര്യർ ഉൾപ്പെടെ 31 ജാതിക രാജാക്കന്മാർ അവിടെ അതിക്രമം ചെയ്തതിനാൽ അവരെ ഛർദ്ദിച്ചു കളയുകയായിരുന്നു. കാര്യം ആ വിശുദ്ധ നാട് അതിനുവേണ്ടിയുള്ളതല്ല എന്ന് ദൈവം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ പാലിക്കുക. ഞാൻ തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന 3ാമത്തെ കാര്യമായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ എൻ്റെ പ്രമാണം സൂക്ഷിക്കുക, എൻ്റെ പ്രമാണം സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ പ്രമാണം എന്നത് വളരെ പ്രത്യേകിച്ചാണ്. എനിക്ക് കിട്ടിയ നല്ലൊരു പദം ഞാനിവിടെ എടുത്തു പറയുകയാണ്. Commandments are not like the Chinese buffet where you can reject any stuff and select what you want. ഒരു ബുഫേ ആഹാരം കൊടുക്കുന്നിടത്ത് ചെന്നാൽ നിങ്ങൾക്ക് വേണ്ട ആഹാരം എടുത്ത് ഭക്ഷിക്കുകയും വേണ്ടാത്തതോടെ വെച്ചേച്ചു പോവുകയും ചെയ്യാം. ഒരുപാട് വിഭവസമർത്ഥമായ ചൈനീസ് വലിയ ലാർജ് ബുഫേ ഞാൻ കയറി കണ്ടിട്ടുണ്ട്. 10, 40, 50 ഘടകങ്ങൾ, അതിനേക്കാൾ കൂടുതൽ കണ്ടേക്കാം, ഒരുപാട് കൂടുതൽ കണ്ടേക്കാം. വളരെ വലുത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് മുഴുവനും നടന്നാൽ എല്ലാം ഭക്ഷിച്ചു തീർക്കാൻ ആർക്കും ഒക്കത്തില്ല. സാമ്പിളായി ഒരല്പമെങ്കിലും ഭക്ഷിക്കാം എന്ന് താല്പര്യപ്പെടുന്നു. എല്ലാത്തിൻ്റെ ഒരല്പം സാമ്പിൾ എടുക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട്, ഒക്കത്തില്ല. ഒരു സാധാരണക്കാരൻ്റെ വയറിൽ എല്ലാത്തിൻ്റെയും സാമ്പിൾ എടുക്കാൻ ഒക്കത്തില്ല. ബുഫയ്ക്കകത്ത് ഒരുപാട് വസ്തുക്കൾ വെച്ചു. അതിനകത്ത് എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ പെറുക്കി തിന്നുന്നത്. പക്ഷെ ദൈവകൽപ്പന അങ്ങനെയല്ല. ഇറ്റ്സ് നോട്ട് എ ബുഫേ സിസ്റ്റം. പറഞ്ഞിരിക്കുന്നത് ചെറുതും വലുതും മുഴുവനും അനുസരിച്ചേ മതിയാകും. മുഴുവനും അനുസരിക്കേണ്ടതിനാണ് കൽപ്പനകൾ. ഇസ്രായേലേ, ഛർദ്ദിച്ചു കളയുന്ന നാട്ടിൽ, വിശുദ്ധ നാട്ടിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാ. ഞാൻ നിങ്ങളെ വിശ്വസിച്ച് അങ്ങ് ഏൽപ്പിക്കയാ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തോന്നിയതുപോലെ നടക്കുകയും ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കുകയും വേണ്ടാത്തത് പറയുകയും ചെയ്യുന്നവരെ, ദൈവം നമ്മളെ വിശ്വസ്തരെന്ന് എണ്ണി ദൈവസഭയ്ക്കകത്തുകൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാനല്ല എന്ന് മറക്കരുത്. നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ പാലിക്കണം. ഇതൊരു ബുഫേ സിസ്റ്റം അല്ല. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ലാസറിൻ്റെയും ധനവാന്റെയും ചരിത്രം പറയുന്നിടത്ത് യേശു ഇങ്ങനെ പറഞ്ഞു. ധനവാനോട് പറയുന്ന പദമാണ് 16:25 വായിക്കേണ്ട. നിന്റെ ആയുസ്സിൽ നിനക്ക് കൊള്ളാമെന്ന് തോന്നിയത് നീ ചെയ്തു. മലയാളത്തിൽ വായിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, മലയാളത്തിൽ വായിച്ചാൽ അതിൻ്റെ അർത്ഥം വ്യക്തമല്ല. നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചുവെന്ന് ഓർക്ക എന്നാണ് മലയാളത്തിൽ. പക്ഷെങ്കിൽ ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വേർഷനിൽ അത് വായിച്ചാൽ ദൗ ഹഡ് ദൈ ഗുഡ് തിങ്സ് ഇൻ ദൈ ലൈഫ് ടൈം. നിനക്ക് കൊള്ളാമെന്ന് തോന്നിയതൊക്കെയും ചെയ്യത്തക്ക ഒരു സാഹചര്യത്തിലായിരുന്നു നീ. മദ്യപിക്കുന്നത് തെറ്റാണെന്ന് ആ ധനികന് തോന്നുന്നുണ്ട്. അയാൾ മദ്യപിച്ചില്ല. നല്ല കുടുംബത്തിൽ പിറന്നവനാണ്, നന്നായി ജീവിച്ചവനാണ്, വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നവനാണ്, സാക്ഷിയോഗം നടത്തുന്നവനാണ്. ഇങ്ങനെ ഒരുപാട് തെളിവുകൾ ആ 16-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. മദ്യപാനിയല്ല, പുകവലിക്കാരനല്ല. അദ്ദേഹത്തിന് അറിയാം മദ്യപാനം തെറ്റാണ്, പുകവലി തെറ്റാണ്, അതയാൾ ചെയ്യത്തില്ല. പക്ഷെ സ്നാനപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അല്ല. എന്തുകൊണ്ട്? നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല. നിനക്ക് നല്ലതെന്ന് തോന്നിയതൊക്കെയും ചെയ്ത ബുഫയിൽ വേണ്ടാത്തത് ഉപേക്ഷിച്ച് നിനക്ക് വേണ്ടമെന്ന് തോന്നുന്നത് മാത്രം എടുത്തതുപോലെ എടുത്തവനെ നിന്നെ ഇടുന്ന സ്ഥലമാണ് മോനെ നരകം. അവിടെ കിടന്ന് യാതന അനുഭവിക്കുക എന്ന് പറയുന്നത് കാണാം. കൽപ്പന സിലക്ഷൻ ഉള്ളതല്ല, അത് അതുപോലെ അംഗീകരിക്കേണ്ടതിനാണ്. ആദം ഏദൻ തോട്ടത്തിൽ ദൈവകൽപ്പന ലംഘിച്ചു. ആദമിനെ വൊമിറ്റ് ചെയ്ത് കളഞ്ഞു. എങ്ങനെയാ വൊമിറ്റ് ചെയ്തത്? ഇറങ്ങടാ എന്ന് ദൈവമായി കൽപ്പിച്ച് അവനെ തോട്ടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. ഇസ്രായേൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചില്ല. ആകയാൽ ഇസ്രായേലിനെ ദൈവം അവിടുന്ന് ഛർദ്ദിച്ചു കളയുവാൻ രാജ്യത്തോട് ആവശ്യപ്പെട്ടു. എങ്ങനെയാ ഛർദ്ദിച്ചത്? ഇറങ്ങടാ എന്ന് പറഞ്ഞ് ഇറക്കുകയായിരുന്നില്ല. ശത്രുരാജാക്കന്മാർ വന്ന് അടിമകളായി പിടിച്ചുകൊണ്ട് പോകുകയായിരുന്നു. ശത്രുരാജാക്കന്മാർ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി അവർ ദേശത്തു നിന്ന് ഛർദ്ദിക്കപ്പെട്ടു.
ഇനിയും അവിടെ വന്നതായ ജാതികളോ അവർ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തു. അവരിൽ ചിലരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് പുറത്താക്കി. അങ്ങനെ അവർ ചിലർ കൊല്ലപ്പെട്ടു. ദേശം അവരെ ഛർദ്ദിച്ചു. അല്ലാത്തവർക്ക് വേണ്ടി ഇത് മരുഭൂമി സ്വയം മാറി. ഏദൻ പോലെ നന്നായിരുന്ന അനുഗ്രഹിക്കപ്പെട്ട പാലും തേനും ഒഴുകുന്ന ദേശം സ്വയം മരുഭൂമിയായി മാറി. അങ്ങനെ മരുഭൂമിയായതുകൊണ്ട് ഇനി അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അവരെയും ഛർദ്ദിച്ചു കളഞ്ഞു. ആദമിനെ ഛർദ്ദിച്ചത് കൽപ്പനയാൽ ദൈവം ഇറക്കി വിടുകയായിരുന്നു. കൽപ്പന ലംഘനമാണ് കാരണം. ഇസ്രയേലിനെ ഛർദ്ദിച്ചത് അടിമത്വത്തിലേക്ക് വിറ്റതുകൊണ്ടായിരുന്നു. കൽപ്പന ലംഘനമാണ് കാരണം. ജാതികളെ ഛർദ്ദിച്ചത് ചിലതിനെ കൊന്നുകളയുകയും വേറെ ചിലതിൻ്റെ മുമ്പിൽ ഭൂമി മരുഭൂമിയായി മാറി ഫലം കൊടുക്കാതെ വന്നതിനാൽ അവർ ഇറങ്ങിപ്പോകുകയുമായിരുന്നു. ദേശം ജാതികളെ ഛർദ്ദിക്കുന്നതാണ്. അബ്രഹാമിനോട് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം ഞാൻ ഏറെക്കുറെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമാകുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതിയെയും അനുഗ്രഹിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ അബ്രഹാമിനെ വിളിച്ചിങ്ങോട്ട് ഇറക്കുന്ന ചരിത്രം ഇങ്ങോട്ട് നോക്കിയാൽ, ഒന്ന്, ഞാൻ നിൻ്റെ സന്തതിയെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് പറഞ്ഞ് 1000 കിലോമീറ്റർ അദ്ദേഹത്തെ നടത്തിയിട്ട്, അല്ലെങ്കിൽ ഒട്ടകങ്ങളെയോ കഴുതകളെയോ ഉപയോഗിച്ച് കാണാം, അദ്ദേഹത്തെ യാത്ര ചെയ്യുമാറാക്കിയിട്ട് ചുമ്മാ പറഞ്ഞതാണെന്നും പറഞ്ഞ് ദൈവം വിടുന്നവനല്ല. ദൈവം തൻ്റെ വാക്ക് പാലിച്ചിരിക്കും. ദൈവത്തിന് വാക്ക് പാലിച്ചേ മതിയാകെയുള്ളൂ. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ചുമ്മാതാണെന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നവനല്ല ദൈവം. ദൈവിക വിളിയിൽ ഉൾപ്പെട്ട ദൈവ പൈതലെ, നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവിക ഉദ്ദേശത്തിൻ്റെ സാധ്യതയ്ക്ക് വേണ്ടി തൻ്റെ കൽപ്പനകൾ പാലിക്കൂ. കർത്താവ് നമ്മെ നടത്തുന്നവനാണ്. ഉൽപ്പത്തി പുസ്തകം 12-ന്റെ 1 മുതൽ ഞാൻ പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, അവർ വർദ്ധിച്ചു പെരുകും, ഒരു മഹാജാതിയായി തീരും. പിന്നെ പറഞ്ഞു, നീ വംശങ്ങൾക്ക് പിതാവാകും. കേവലം ഒരു ജാതി മാത്രമല്ല, അബ്രാം എന്നായിരുന്നു ഈ മനുഷ്യൻ്റെ ആദ്യത്തെ പേര്. സാറായി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. ദൈവം അബ്രാമിൻ്റെ പേര് മാറ്റി ബഹുജാതികൾക്ക് പിതാവെന്നർത്ഥം വരുന്ന അബ്രഹാം എന്ന് അദ്ദേഹത്തെ പേര് വിളിച്ചു. ബഹുജാതികൾക്ക് മാതാവാകുന്നവൾ എന്നർത്ഥം വരേണ്ടതിന് സാറായി എന്ന പേര് മാറ്റി സാറാ എന്നവരെ പേര് വിളിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ജാതികൾ അബ്രഹാമിൻ്റെ പിതൃത്വം അന്വേഷിക്കുന്നവരാണ്. 1, ക്രിസ്ത്യാനികൾ അബ്രഹാമിൻ്റെ പിതൃത്വം ആഗ്രഹിക്കുന്നു. 2, മുസ്ലിങ്ങൾ അബ്രഹാമിൻ്റെ പുത്രത്വം താല്പര്യപ്പെടുന്നുണ്ട്. 3, യഹൂദന്മാർ അദ്ദേഹത്തിൻ്റെ മക്കളുടെ സ്ഥാനം അർഹിക്കുന്നുണ്ട്. ഇങ്ങനെ 3 ജാതികളാണ്. ഈ 3 ജാതികളും കൂടെ ചേർത്താൽ ലോകത്തിലെ 56% ഇന്ന് അബ്രഹാമിൻ്റെ കൊച്ചുമക്കളാണ്. നീ ഒരു വലിയ ജാതിയാകും, നീ ബഹുജാതികൾക്ക് പിതാവാകും എന്നിത്യാദിയുള്ള പ്രമാണങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞത് അനുഗ്രഹിച്ചു. ഭൂമിയിലെ 56% ആസ് ഓൺ 2021 ഇന്ന് നാം നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ഡേറ്റകൾ അനുസരിച്ച് അപ്രോക്സിമേറ്റ്ലി 56% ആളുകൾ അബ്രഹാമിൻ്റെ കൊച്ചുമക്കളാണ്. യഥാർത്ഥ ഇസ്രയേലിൻ്റെ മെമ്പർഷിപ്പ് 0.19% ഉള്ളൂ. ഒന്നുകൂടെ ആവർത്തിക്കാം, യഥാർത്ഥ ഇസ്രയേലായി ഇന്ന് പരിഗണിക്കപ്പെട്ടിട്ടുള്ളവരുടെ അംഗസംഖ്യ 0.19, 2.2% താഴെയാണ്. 1000-ൽ 2 താഴെയാണ് അവരുടെ ഇന്നത്തെ അംഗസംഖ്യ. 1000-ൽ 2 താഴെയാണ് ഇന്നത്തെ അവരുടെ അംഗസംഖ്യ. പക്ഷേ ഇന്ന് ഭൂമിയിൽ കാണുന്ന ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളിൽ മനുഷ്യന് പ്രയോജനമുള്ളതും ഇല്ലാത്തതും, പ്രയോജനമുള്ളതും ദോഷമുള്ളതും, ഒരാൾക്ക് ദോഷം വേറൊരാൾക്ക് ഗുണമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. കണ്ടുപിടുത്തങ്ങളുടെ യജമാനന്മാർ 94% ഇസ്രയേലാണ്. ഞാൻ നിൻ്റെ സന്തതിയെ അനുഗ്രഹിക്കും. 94% ഇസ്രയേലിയർ. ആ 0.19% ആളുകളിൽ നിന്ന് 94% കണ്ടുപിടുത്തങ്ങൾ വന്നു. നോബൽ സമ്മാനങ്ങൾ ഇതുവരെ ഏതാണ്ട് 900-ഓളം നോബൽ സമ്മാനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തെ 23% ഈ 0.19% ഉള്ള യഹൂദനാണ് വാങ്ങിച്ചത്. എന്തേ കാരണം? ലോകത്തിനിത് മനസ്സിലാകുമോ? മനുഷ്യബുദ്ധിയിൽ ഒതുങ്ങുമോ? എന്തേ കാരണം? ഇത്രയും തകർക്കപ്പെട്ട ഒരു ജാതി, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അടിച്ചു ചിതറിക്കപ്പെട്ട ഒരു ജാതി, എന്തെല്ലാം സാഹചര്യങ്ങൾ മാറിയാലും വാഗ്ദത്തത്തിന് വ്യത്യാസം വരികയില്ല. ഇന്ന് പകൽക്കാലം ആ വാഗ്ദത്തത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാഗ്ദത്തത്തിൽ ഉൾപ്പെട്ടവർ നമ്മുടെ ഇടയിൽ ഇല്ലയോ? ഈ 94% കണ്ടുപിടുത്തങ്ങൾ ഇങ്ങോട്ട് വന്നതിനകത്ത് വെറും സാധാരണക്കാർക്ക് ആവശ്യമുള്ള, തൊട്ടു തുടങ്ങിയാൽ രസകരമാണ്, ഒരച്ച് കത്തിക്കുന്ന തീപ്പെട്ടി കണ്ടുപിടിച്ചത് യഹൂദനാ.
ഒരച്ച് കത്തിക്കുന്ന തീപ്പെട്ടി. ഒരു പുള്ളി ഒരിക്കൽ എന്നോട് പറഞ്ഞാണ്, ഇസ്രയേലുമായി ബന്ധപ്പെട്ട യാതൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കത്തില്ലെന്ന്. വെറും മണ്ടത്തരങ്ങൾ പറയുന്നതിനകത്തൊരു ഒരു ഇളിപ്പെങ്കിലും വേണ്ടേ? ഫ്രിക്ഷൻ മാച്ച് ബോക്സ് ആദ്യത്തെ തീപ്പെട്ടി കണ്ടുപിടിക്കുന്നത്, പേന കണ്ടുപിടിക്കുന്നത്, തുണിമില്ല് കണ്ടുപിടിക്കുന്നത്, ടെലഫോൺ കണ്ടുപിടിക്കുന്നത്, ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നത്, IC എഞ്ചിൻ കണ്ടുപിടിക്കുന്നത്, ജെറ്റ് എഞ്ചിൻ കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം ഇസ്രയേലാണ്. ഇസ്രയേലിയ ശാസ്ത്രജ്ഞന്മാരാണ്. ഇന്നത്തെ ഇൻസുലിനും കണ്ടുപിടിച്ചത് അവരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിലും ഇൻഡസ്ട്രിയൽ ഫീൽഡിലും ഡിഫൻസിലും അവരുടെ അച്ചീവ്മെൻറ്റ്സ് വലുതാണ്. എന്തേ കാരണം? ഞാൻ നിൻ്റെ സന്തതിയെ അനുഗ്രഹിക്കും, നിൻ്റെ ദേശത്തെയും അനുഗ്രഹിക്കും. ഞാൻ തൽക്കാലം ഇവിടെ ഇങ്ങോട്ട് നിർത്തിക്കൊണ്ട് ദൈവജനത്തോട് ഒരു 5 മിനിറ്റ് സംസാരിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. വാഗ്ദത്തത്തിൻ്റെ കൂട്ടവകാശികളെ, ദൈവിക വാഗ്ദത്തങ്ങൾ ഏറ്റുവാങ്ങിയ ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പകൽ നമ്മെയും നമുക്കുള്ളതിനെയും തൃക്കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. ജീവിതത്തിൽ എവിടെയാണ് പെശക് പറ്റിയത് ഒന്ന് ഏറ്റുപറഞ്ഞ് അടുത്തുവാ. അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്നാൽ എന്നെയും എൻ്റെ കുറവുകളെയും ദൈവമേ തുറന്നു തിരുമുമ്പിൽ വയ്ക്കുകയാണ്. അടിയനെ ശുദ്ധീകരിക്കണം, സൗഖ്യമാക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ സൗഖ്യമാക്കുവാൻ കഴിയുന്ന, ശുദ്ധീകരിക്കുവാൻ കഴിയുന്നവന് പറവാനുള്ളത്, ഞാൻ നിന്റെ മേൽ നിർമ്മല ജലം തരും, ഞാൻ നിനക്ക് ഭയാതിൻ്റെ ആത്മാവിനെ തരും, ഞാൻ അനുതാപത്തിൻ്റെ ആത്മാവിനെ തരും. ഞാൻ ഇസ്രയേലിന് മാത്രമല്ല, ലോകത്തിലെ സകല വിഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് എന്നെ ശ്രദ്ധിക്കുന്നവർ, നിങ്ങൾ എന്നീ മെസ്സേജ് കേൾക്കുമോ അന്ന് ദൈവസന്നിധിയിലേക്ക് തിരികെ വരുമെങ്കിൽ നിർമ്മലജലം തളിച്ച് നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവകരങ്ങളിൽ നമ്മെ ഒന്ന് ഏൽപ്പിക്കുമെങ്കിൽ നമ്മെ ശക്തീകരിക്കാൻ കഴിവുള്ളവൻ. ഇന്ന് പകൽ അനുഭവിച്ചു വരുന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ഒരു ദൈവിക ജയത്തിനായി നമുക്ക് തിരുമുഖത്തേക്ക് നോക്കാം. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, 0.19 മാത്രം പെർസെൻറ്റേജ് ഉള്ളതായി ഒരു ജാതിയിൽ നിന്ന് 94% നന്മകൾ കൊണ്ടുവരുവാൻ അങ്ങയ്ക്ക് കഴിഞ്ഞെങ്കിൽ സ്തോത്രം കർത്താവേ. മച്ചിയായ ഭാര്യയുള്ള അബ്രഹാം എന്ന ഏകൻ സ്വന്തം ദേശം വിട്ട് 1000 മൈൽ ദൂരെ പോയി പാർക്കുവാൻ സ്വർഗം അരുളി ചെയ്തവൻ ഭൂമിയിലെ 56% ജനത്തിന് വന്യപിതാവായി മാറുവാൻ അങ്ങ് കൃപ കൊടുത്തെങ്കിൽ അങ്ങ് എന്നും 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 യഥാവാനാണ്, നിത്യനാണ്. അങ്ങയുടെ കരങ്ങളിൽ അദൃശ്യനായ അങ്ങയുടെ നിത്യതയിലെ ധനാഢ്യനായ അങ്ങയുടെ ബലവാനായ അങ്ങയുടെ ബലമുള്ള തൃപ്പാദത്തിൽ അടിയന്റെ കേൾവിക്കാരെ സമർപ്പിച്ച്, അടിയനെ തന്നെ സമർപ്പിച്ച് അങ്ങയുടെ അനുഗ്രഹം ഞാൻ ഇവർക്ക് വേണ്ടി വിളിച്ചു പറയുന്നു. അതേ കർത്താവേ, ദൈവിക വിടുതലുകളും അനുഗ്രഹങ്ങളും നന്മകളും അങ്ങയുടെ ജനത്തിൻ്റെ മേലിരിക്കട്ടെ. മഹത്വം അങ്ങേക്ക്. ഈ ജനത്തെ ആശീർവദിക്കണം, ദൈവകൃപ അവരുടെ മേൽ പകരണമേ. അങ്ങയെ മാത്രം സ്തുതിച്ച് കർത്താവെ, ബുഫയിൽ കയറിയതുപോലെയല്ല, അങ്ങയുടെ പ്രമാണങ്ങൾ പൂർണ്ണമായി അനുസരിപ്പാൻ അടിയങ്ങളെ ശക്തീകരിക്കണേ. മനസ്സൊരുക്കമുള്ള ഒരാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. ബലഹീനമായ ജഡത്തെ ബലപ്പെടുത്തുവാൻ ബലവാനായവൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കീഴെ ശാശ്വത ഭുജങ്ങൾ ഉണ്ടെന്ന് കൽപ്പിച്ചവനെ, അങ്ങയുടെ ശാശ്വത ഭുജങ്ങളിൽ ഈ ജനത്തെ വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അങ്ങയുടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, കർത്താവെ, മാനസിക വിഭ്രമങ്ങൾ ഈ ദിവസങ്ങളിൽ ഒതുങ്ങുവാൻ, ഭയത്തിൻ്റെ ചിന്തകൾ ഈ ദിവസങ്ങളിൽ മാറുവാൻ, ദൈവത്തിൻ്റെ ബലത്തിൻ്റെ കരം ഇവരുടെ മേൽ ചലിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ചെയ്യണേ. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ കേട്ട വചനത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കുന്നതിന് മുൻപ് യു ഹാവ് 1 മിനിറ്റ് കർത്താവിന് നൽകി ദൈവത്തെ ആരാധിക്കുവാനുള്ള സമയമാണ്. ഈ ഓഫറിങ്സ് ദൈവസന്നിധിയിൽ അർപ്പിക്കുമ്പോൾ തന്നെ ഞാൻ ചില കാര്യങ്ങൾ അനൗൺസ് ചെയ്യട്ടെ. നമ്മളുടെ ബഥൽ AG ചർച്ചിൻ്റെ ഡെയിലി ഫാമിലി പ്രെയർ ഈ ദിവസങ്ങളിൽ നടന്നു വരുന്നത് നിങ്ങളെ ഓർപ്പിക്കുന്നു. ആ ഡെയിലി ഫാമിലി പ്രെയറിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്നും നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് അയച്ചാൽ എല്ലാ മീറ്റിങ്ങിൻ്റെയും ലിങ്ക്സ് നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ ലഭ്യമായിരിക്കും എന്നോർപ്പിക്കട്ടെ. മാത്രമല്ല, ഞങ്ങളുടെ ഫാമിലി പ്രെയറിൽ എല്ലാ ദിവസവും ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അതും പ്രാർത്ഥിക്കുവാൻ, ചാറ്റ് ബോക്സിൽ വരുന്ന പ്രാർത്ഥനാ റിക്വസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരളവിൽ സാധിക്കും. എങ്കിലും ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ കർത്താവ് നമ്മളെ പരിപാലിക്കുന്നത്, കർത്താവിന് നന്ദി പറയുവാനുള്ള അവസരങ്ങൾ, പ്രൈസ് റിപ്പോർട്ട്സ് ആൻഡ് പ്രയർ റിക്വസ്റ്റിനുള്ള അവസരങ്ങളുണ്ട് എന്നോർപ്പിക്കട്ടെ. ഐ urge you again, എല്ലാ ദിവസവും a good 45 minutes ഡിസിപ്ലിൻഡായി സന്ധ്യാസമയം 8:45 ഇന്ത്യ സ്റ്റാൻഡേർഡ് ടൈം 8:45 PM മുതൽ 9:30 വരെയുള്ള സമയം ഫാമിലിയായി കൂടി വന്ന്
ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ഡിസിപ്ലിൻഡായി വരുന്നത് വളരെ പദവിയുള്ള, വളരെ വളരെ അനുഗ്രഹമുള്ളൊരു പദവിയാണ് എന്ന് മറക്കരുത്. ബേത്തൽ എജി ചർച്ചിന്റെ ഡെയിലി ഫാമിലി പ്രയറിലേക്ക് ഒരു പ്രാവശ്യം കൂടെ കടന്നു എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. Let me encourage you, let me exhort you. Come, be a part of the daily family prayer. നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ അതൊരു അനുഗ്രഹമായിരിക്കും എന്നോർപ്പിക്കട്ടെ. So thank you for joining us. ശാശ്വതമായ നാട്ടിൽ, മാറ്റമില്ലാത്ത നാട്ടിൽ കർത്തനൊരുക്കുന്നു ഭവനമൊന്നെനിക്കായി, അവിടെ ഞാൻ ചെന്നു ചേരും. കർത്തനൊരുക്കുന്നു ഭവനമൊന്നെനിക്കായി, അവിടെ ഞാൻ ചെന്നു ചേരും. ശാശ്വതമായ നാട്ടിൽ, മാറ്റമില്ലാത്ത നാട്ടിൽ കർത്തനൊരുക്കുന്നു ഭവനമൊന്നെനിക്കായി, അവിടെ ഞാൻ ചെന്നു ചേരും. കർത്തനൊരുക്കുന്നു ഭവനമൊന്നെനിക്കായി, അവിടെ ഞാൻ ചെന്നു ചേരും. കഷ്ടങ്ങളിൽ തിരകൾ ഏറി വന്നാൽ അവ എന്നെ കവിയുകില്ല. മന്ത്രങ്ങളും തന്ത്രങ്ങളും പെരുകി വന്നാൽ അവ എന്നെ ജയിക്കുകില്ല. കഷ്ടങ്ങളിൽ തിരകൾ ഏറി വന്നാൽ അവ എന്നെ കവിയുകില്ല. മന്ത്രങ്ങളും തന്ത്രങ്ങളും പെരുകി വന്നാൽ അവ എന്നെ ജയിക്കുകില്ല. യേശുവിന്റെ നാമം എനിക്കിമ്പ നാമം, എന്നും ജയം തരുമിമ്പ നാമം. യേശുവിന്റെ എന്നും ജയം തരുമിമ്പ നാമം. ശാശ്വതമായ നാട്ടിൽ, മാറ്റമില്ലാത്ത നാട്ടിൽ കർത്തനൊരുക്കുന്നു ഭവനമൊന്നെനിക്കായി, അവിടെ ഞാൻ ചെന്നു ചേരും. കർത്തനൊരുക്കുന്നു ഭവനമൊന്നെനിക്കായി, അവിടെ ഞാൻ ചെന്നു ചേരും. രോഗങ്ങളും ശോകങ്ങളും ഏറി വന്നാൽ അവ എന്നെ തകർക്കുകില്ല. നിന്ദകളും ദുഷികളും പെരുകി വന്നാൽ അവ എന്നെ തളർത്തുകില്ല. രോഗങ്ങളും ശോകങ്ങളും ഏറി വന്നാൽ അവ എന്നെ തകർത്തുകില്ല. നിന്ദകളും ദുഷികളും പെരുകി വന്നാൽ അവ എന്നെ തളർത്തുകില്ല. യേശുവിന്റെ നാമം എനിക്കിമ്പ നാമം, എന്നും ജയം തരുമിമ്പ നാമം. യേശുവിന്റെ നാമം എനിക്കിമ്പ നാമം, എന്നും ജയം തരുമിമ്പ നാമം. ശാശ്വതമായ നാട്ടിൽ, മാറ്റമില്ലാത്ത നാട്ടിൽ കർത്തനൊരുക്കുന്നു ഭവനമൊന്നെനിക്കായി, അവിടെ ഞാൻ ചെന്നു ചേരും. കർത്തനൊരുക്കുന്നു ഭവനമൊന്നെനിക്കായി, അവിടെ ഞാൻ ചെന്നു ചേരും. ശാശ്വതമായ നാട്ടിൽ, മാറ്റമില്ലാത്ത നാട്ടിൽ കർത്തനൊരുക്കുന്നു കർത്തനൊരുക്കുന്നു ഭവനമൊന്നെനിക്കായി, അവിടെ ഞാൻ ചെന്നു ചേരും. കഷ്ടങ്ങളിൽ തിരകൾ ഏറി വന്നാൽ അവ എന്നെ കവിയുകില്ല. മന്ത്രങ്ങളും തന്ത്രങ്ങളും പെരുകി വന്നാൽ അവ എന്നെ ജയിക്കുകില്ല. കഷ്ടങ്ങളിൽ തിരകൾ ഏറി വന്നാൽ അവ എന്നെ കവിയുകില്ല. മന്ത്രങ്ങളും തന്ത്രങ്ങളും പെരുകി വന്നാൽ
അവ എന്നെ ജയിക്കുകയില്ല. യേശുവിന്റെ നാമം എനിക്കിമ്പ നാമം, എന്തും ജയം തരും ഇമ്പ നാമം. യേശുവിന്റെ നാമം എനിക്കിമ്പ നാമം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഇന്നത്തെ ആരാധനയിലും അങ്ങയുടെ വന്യസാന്നിധ്യം കൂടിരുന്നതിനായി സ്തോത്രം. കർത്താവേ, ദേശത്ത് വലിയ നാശങ്ങൾ സംഭവിച്ചെങ്കിലും ഞങ്ങളിൽ അധികം പേര് എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ, അയോഗ്യവും അവിഹിതവുമായ ഒരൊറ്റ മരണം പോലും സംഭവിക്കാതെ, ബേഥേലിനെ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പരിപാലിച്ച് ഇവിടം വരെ കൊണ്ടുവന്ന മഹത്വമേറിയ കരങ്ങൾക്കായി നന്ദി, നന്ദി കർത്താവേ, നന്ദി. ഇന്നത്തെ സന്ദേശത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടവർക്കായി സ്തോത്രം. അവരെ ദൈവം ആശീർവദിക്കണമേ. ഞങ്ങളുടെ എല്ലാ വഴികളിലും കുറവ് തീർക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പുത്രപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. നിത്യദൈവത്താൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൂട്ടായ്മയും സഹകരണവും ഞങ്ങളോടും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടമ്പെട്ട എല്ലാ ആവശ്യങ്ങളോടും ഭാരതമെന്ന് നേരിടുന്ന വല്ലാത്ത വിഷയങ്ങളോടും കൂടെ ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന് സ്തോത്രം. ജയത്തോടെ നമ്മൾ നടത്തിയ കർത്താവിന് സ്തോത്രം. മഹത്വപൂർണനായ ദൈവത്തിന് സ്തോത്രം. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സകല അധികാരവുമുള്ള നിത്യനായ ദൈവത്താൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അനുഗ്രഹം സൂക്ഷിച്ച് ജീവിക്കാം. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. ആമേൻ.